بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. ألم تر كيف ضرب الله مثلا كلمة طيبة كشجرة طيبة أصلها ثابت وفرعها في السماء تؤتي أكلها كل حين بإذن ربها ويضرب الله الأمثال للناس لعلهم يتذكرون. വേദിയിലിരിക്കുന്നു ഏറെ ബഹുമാന്യരായ ജമാഅത്തെ ഇസ്ലാമിയുടെയും സോളിഡാരിറ്റിയുടെയും നേതാക്കൾ, ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ള ഏറെ പ്രിയം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരിമാരെ, സഹപ്രവർത്തകരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു സംഘടന, ഒരു പ്രസ്ഥാനം, അത് രൂപീകരിച്ച അതിൻ്റെ നാളിനെയും അതിൻ്റെ വർഷത്തെയും ഒരുപാട് കാലങ്ങൾക്ക് ശേഷം അത് ഓർമ്മിക്കുകയും അതിനെക്കുറിച്ച് ജനങ്ങളോട് സംസാരിക്കുകയും ചെയ്യുമ്പോൾ അതിന് രണ്ടർത്ഥത്തിലാണ് പ്രസക്തിയുള്ളത്. അതിലൊന്ന്, പിന്നിട്ട നാൾ വഴികളിൽ ആ പ്രസ്ഥാനം എന്താണ് ഈ സമൂഹത്തിന് നൽകിയത് എന്ന ഒരു ചോദ്യം അതിനു മുന്നിലുണ്ടാവും. രണ്ടാമത്, മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളോട് ആ പ്രസ്ഥാനം എങ്ങനെയാണ് സംവദിച്ചിട്ടുള്ളത്, ഇനി വരാനിരിക്കുന്ന നാളുകളോട് എങ്ങനെയാണ് ആ പ്രസ്ഥാനം സംവദിക്കാൻ പോകുന്നത്, അതിന്റെ നിലനിൽപ്പിന്റെ, അതിന്റെ ഇടപെടലുകളുടെ, അതിന്റെ മുന്നോട്ട് പോക്കിന്റെ പ്രസക്തി എന്താണ്? ഇത്തരം ചോദ്യങ്ങളെ കൂടി മുൻനിർത്തിക്കൊണ്ടാണ് സോളിഡാരിറ്റി മൂവ്മെന്റ് ഈ ഒരു സന്ദർഭത്തിൽ ജനങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ സോളിഡാരിറ്റി എന്ന് പറയുന്ന നാമം കേരളത്തിന് പ്രത്യേകം പരിചയപ്പെടുത്തേണ്ടതില്ലാത്ത വിധത്തിൽ അവർക്കൊക്കെയും പരിചിതമായ ഒരു പേര് കൂടിയാണ്. അത് വെറും ഒരു പേരായി ഈ കേരളത്തിന്റെ സാമൂഹിക മണ്ഡലത്തിൽ പതിഞ്ഞതല്ല, മറിച്ച് ആ പ്രസ്ഥാനം ഉയർത്തിപ്പിടിച്ച നിലപാടുകൾ, അതിന്റെ ഇടപെടലുകൾ, അതിന്റെ പ്രവർത്തകർ ഓരോ സമൂഹത്തിലും അവർ പ്രകടിപ്പിച്ച അതിന്റെ സംസ്കാരം, ആ പ്രസ്ഥാനത്തിന്റെ ഇടപെടൽ കൊണ്ട് ചുറ്റുമുള്ള ജനങ്ങൾ അനുഭവിച്ചിട്ടുള്ള തണല്, ഇതിലൂടെയൊക്കെ തന്നെയാണ് സോളിഡാരിറ്റി അടയാളപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്. ജമാഅത്തെ ഇസ്ലാമിയുടെ യുവജന പ്രസ്ഥാനം എന്ന നിലക്ക് ഇന്ന് കേരളത്തിൽ, സമകാലിക വർത്തമാന കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടുന്ന, വേട്ടയാടപ്പെടുന്ന, പൈശാചികവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന, ഒറ്റപ്പെടുത്തപ്പെട്ടുകൊണ്ടിരിക്കുന്ന മറ്റൊരു മുസ്ലിം കൂട്ടായ്മയും നമുക്കിവിടെ കാണാൻ കഴിയില്ല. ഈ അർത്ഥത്തിൽ വേട്ടയാടുകയും പൈശാചികവൽക്കരിക്കപ്പെടുകയും ചെയ്യുന്നതിന്റെ കാരണങ്ങൾ ആ പ്രസ്ഥാനം ഉയർത്തിപ്പിടിക്കുന്ന നിലപാടുകൾ തന്നെയാണ്. മറ്റുള്ളവർക്ക് വാങ്ങാൻ കഴിയാത്ത, അല്ലെങ്കിൽ സ്വാധീനിക്കാൻ കഴിയാത്ത സ്ഥാപിതമായ രാഷ്ട്രീയ താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിലോ ഭൗതികമായ നേട്ടങ്ങളുടെ അടിസ്ഥാനത്തിലോ നിലപാടുകൾ സ്വീകരിക്കാത്ത ഒരു പ്രസ്ഥാനം എന്ന നിലക്ക് ആ പ്രസ്ഥാനം മറ്റൊരു നീക്കുപോക്കുകൾക്കും വഴങ്ങാതിരിക്കുകയും അതിന്റെ കൃത്യമായ രാഷ്ട്രീയ, സാമൂഹിക, ആദർശ, ആശയ നിലപാടുകളുടെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകുന്നു എന്നത് തന്നെയാണ് അതിന് ഇത്രയേറെ ശത്രുക്കൾ കൂടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം ഒരു വശത്ത് ആ പ്രസ്ഥാനത്തെ വേട്ടയാടുകയും ഒറ്റപ്പെടുത്തുകയും അതിനെ നാട്ടക്കുറിയായി നിർത്തിക്കൊണ്ട്
മറ്റു ജനങ്ങളെ ഭീതിപ്പെടുത്തുകയും പേടിപ്പിക്കുകയും ചെയ്യുന്ന അത്തരം പ്രവണതകൾക്ക് നിരന്തരമായി തിരിച്ചടികൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതും തീർച്ചയായിട്ടും നമ്മൾ പരിശോധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ആ പ്രസ്ഥാനം ഉയർത്തിപ്പിടിച്ച നിലപാടുകൾ ശരിയാണ് എന്ന് ജനങ്ങൾ തന്നെ തെളിയിക്കുന്ന കാഴ്ചകളിലൂടെ കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു സാഹചര്യത്തിൽ ഈ പ്രസ്ഥാനത്തിന് പറയാനുള്ള കാര്യങ്ങൾ സമൂഹത്തോട് പറയാൻ ഏറെ പ്രസക്തമായ ഒരു സന്ദർഭം കൂടിയാണിത്. സോളിഡാരിറ്റിയെ പിന്നിട്ട അതിന്റെ ചരിത്ര വഴികളിലൂടെ നമ്മൾ ചെന്ന് അന്വേഷിച്ചു നോക്കുമ്പോൾ സോളിഡാരിറ്റി ഇടപെട്ട മേഖലകളുടെ ബാഹുല്യം അല്ലെങ്കിൽ അത് ഇടപെടലുകളുടെ എണ്ണത്തിലോ അതിന്റെ വലിപ്പത്തിലോ അല്ല അതിന്റെ പ്രസക്തിയുള്ളത്, മറിച്ച് സോളിഡാരിറ്റി ഒരു മോഡലായിരുന്നു എന്നുള്ളതാണ്. കേരളത്തിലെ യുവജന പ്രസ്ഥാനങ്ങൾക്ക് അതിന്റെ സാമൂഹിക ഇടപെടലുകളുടെ വിഷയത്തിൽ, ജനകീയ സമരങ്ങളുടെ വിഷയത്തിൽ, അതുപോലെ തന്നെ സേവന പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ കേരളത്തിന് ഒരു മോഡൽ സോളിഡാരിറ്റി സമർപ്പിച്ചു എന്നുള്ളത് തന്നെയാണ് സോളിഡാരിറ്റിയുടെ എക്കാലത്തെയും ഏറ്റവും വലിയ പ്രസക്തി എന്ന് പറയുന്നത്. കേരളത്തിൽ സോളിഡാരിറ്റി ഇടപെട്ട ജനകീയ സമരങ്ങൾ ഈ നാട്ടിലെ ജനങ്ങളെല്ലാം ഓർത്തിരിക്കുന്ന കാര്യം കൂടി തന്നെയാണ്. ഇപ്പോ നമുക്കറിയാം, പലപ്പോഴും സോളിഡാരിറ്റിയെ കുറിച്ച് സംസാരിക്കുന്ന ആളുകൾ അവര് പറയാറുണ്ട്, പഴയ കാലത്തുള്ള ഒരു സോളിഡാരിറ്റി അതല്ലല്ലോ ഇപ്പോഴുള്ള സോളിഡാരിറ്റി എന്ന് പറയാറുണ്ട്. സോളിഡാരിറ്റി അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നത് ഓരോ കാലഘട്ടത്തിലും ഓരോ സന്ദർഭത്തിലും അതിന്റെ സാഹചര്യത്തിൽ ഏറ്റവും പ്രസക്തമായ സാമൂഹിക ഇടപെടലുകൾ നടത്തുക എന്ന് തന്നെയാണ് ഒരു പ്രസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത്. ഒരു സമയത്ത് ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ അനുഭവിച്ചിരുന്ന പ്രതിസന്ധിയും പ്രയാസവും എന്ന് പറയുന്നത് ഭരണകൂടങ്ങളുടെ വികസനത്തിന്റെ കാഴ്ചപ്പാടുകളിലൂടെ അല്ലെങ്കിൽ വികസന പ്രവർത്തനങ്ങളുടെ പേരിൽ ഈ നാട്ടിലെ പാവപ്പെട്ട ജനങ്ങൾ കുടിയൊഴിപ്പിക്കപ്പെട്ടപ്പോൾ, അവരുടെ നീതി നിഷേധിക്കപ്പെട്ട സന്ദർഭത്തിൽ, അവരുടെ അവകാശങ്ങൾ ഹനിക്കപ്പെട്ട സന്ദർഭത്തിൽ, തെറ്റായ വികസനങ്ങളുടെ രൂപത്തിൽ പലതരത്തിലുള്ള ചൂഷണ പ്രവർത്തനങ്ങളുമായിട്ട് ഇവിടുത്തെ ഭരണകൂടങ്ങളും അതുപോലെ തന്നെ കോർപ്പറേറ്റ് ശക്തികളും മുന്നോട്ട് പോയ ഒരു ഘട്ടത്തിൽ ആ വികസനത്തിന് ഒരു തിരുത്തു പറഞ്ഞുകൊണ്ടാണ് സോളിഡാരിറ്റി ഇവിടെ എഴുന്നേറ്റ് നിന്നത്. ഇവിടുത്തെ കുടിയൊഴിക്കപ്പെടുന്ന അതുപോലെ തന്നെ ഭരണകൂടത്തിന്റെ ഇരകളായി മാറിക്കൊണ്ടിരിക്കുന്ന ആളുകളുടെ നീതിക്ക് വേണ്ടി ശബ്ദിക്കുന്ന ശബ്ദമായിട്ട് മാറുക മാത്രമല്ല ചെയ്തത്, മറിച്ച് എന്താണ് വികസനം എന്ന് പറയുന്നതിന്റെ കാഴ്ചപ്പാടുകൾ മുന്നോട്ട് സമർപ്പിക്കുകയും ഏത് രൂപത്തിലാണ് വികസനങ്ങൾ മനുഷ്യരെ അല്ലെങ്കിൽ ജനങ്ങൾക്ക് ലഭ്യമാകേണ്ടത് എന്നതിനെ കുറിച്ചുള്ള ക്രിയാത്മകമായ നിർദ്ദേശങ്ങളും ചുവടുവെപ്പുകളും നടത്തിക്കൊണ്ടുകൂടിയാണ് സോളിഡാരിറ്റി മുന്നോട്ട് പോയത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഏതൊരു വികസന പ്രവർത്തനത്തിനും എതിര് നിൽക്കുന്ന ശക്തികൾ, എല്ലാ അർത്ഥത്തിലുമുള്ള ഇടപെടലുകൾക്കും എതിര് നിൽക്കുന്നവർ എന്ന് പലപ്പോഴും സോളിഡാരിറ്റി പഴികേട്ടിട്ടുണ്ട്. ആ പഴികേൽക്കുന്ന സന്ദർഭത്തിൽ തന്നെയും എന്തുകൊണ്ട് സോളിഡാരിറ്റി ഈ പ്രൊജക്ടിനെ, ഈ പദ്ധതിയെ എതിർക്കുന്നു എന്ന് കൃത്യമായി സമൂഹത്തിന് മുന്നിൽ പറയാൻ അതിന് സാധിച്ചിട്ടുണ്ട്. മാത്രമല്ല, ജനങ്ങൾക്ക് ആവശ്യമുള്ള അത്തരമൊരു പദ്ധതിയെ എങ്ങനെയാണ് ജനങ്ങളെ കുടിയൊഴിപ്പിക്കാതെ, ഇവിടുത്തെ വിഭവങ്ങളെ ചൂഷണം ചെയ്യാതെ എങ്ങനെ ജനങ്ങൾക്ക് അത് ലഭ്യമാക്കാം എന്നതിന്റെ വഴികൾ കൂടി സോളിഡാരിറ്റി മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഒരു ജനകീയമായ ഇടപെടലിന്റെ ഒരു ബദൽ ഈ സോളിഡാരിറ്റി ഈ സമൂഹത്തിന് മുന്നിൽ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നത്. കേവലം എതിർപ്പിന്റെ ഒരു വഴികളിലൂടെ മുന്നോട്ട് പോകുന്ന സാധാരണ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളൊക്കെ നിർവഹിക്കുന്നത് പോലെ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഭരണപക്ഷത്തെ നിരന്തരമായി വിമർശിച്ചും അതിനോട് സമരം നടത്തിയും കേവലമായി അത്തരമൊരു എതിർപ്പ് പ്രകടിപ്പിക്കുന്ന ഒരു ഇടപെടലല്ല സോളിഡാരിറ്റി നടത്തിയിട്ടുണ്ടായിരുന്നത്. മറിച്ച് കൃത്യമായ ആശയ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് അതിന്റെ പ്രവർത്തനം മുന്നോട്ട് പോയത്. സോളിഡാരിറ്റി വിമർശിക്കപ്പെടാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അത് മുന്നോട്ട് വെച്ചിരുന്ന അതിന്റെ ആദർശത്തിന്റെ അടിത്തറ കൂടിയാണ്. കാരണം സോളിഡാരിറ്റി ഈ സമൂഹത്തോടെ എന്നും മുന്നോട്ട് വെച്ചിട്ടുള്ളത് അത് ഇസ്ലാമിക ദർശനത്തിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളിലെ വിഷയങ്ങളിൽ ഇടപെടുന്നു എന്നുള്ളതാണ്. സോളിഡാരിറ്റിയുടെ ഇടപെടലുകളുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഇസ്ലാമിക പ്രത്യയശാസ്ത്രമാണ്. ഇസ്ലാമിക പ്രത്യയശാസ്ത്രം ഈ നാട്ടിലെ അല്ലെങ്കിൽ ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ജനസമൂഹത്തിന് ലഭ്യമാകേണ്ട അവകാശങ്ങളെ കുറിച്ച് ഇസ്ലാമിന് കാഴ്ചപ്പാടുണ്ട്. നീതിയെ കുറിച്ച്, ജനക്ഷേമത്തെ കുറിച്ച്,
വികസനത്തെ കുറിച്ച്, അതുപോലെ തന്നെ അത്തരം ജനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള അത്തരം സംവിധാനങ്ങളെ കുറിച്ചൊക്കെ ഇസ്ലാമിന് ഒരു കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാടിനെ മുൻനിർത്തിയിട്ട് സമൂഹത്തോട് സംസാരിച്ചു എന്നുള്ളതാണ്. അതിവിടെ ഏറ്റവും കൂടുതൽ ആലോചനപ്പെടുത്തിയിട്ടുള്ളത് ഇവിടുത്തെ ഇടതുപക്ഷത്തെ തന്നെയാണ്. കാരണം നമുക്കറിയാം, ഇടതുപക്ഷം കാലങ്ങളായിട്ട് ഈ സമൂഹത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്: എല്ലാ ജനകീയ സമരങ്ങളുടെയും സാമൂഹിക ഇടപെടലുകളുടെയും കുത്തക എന്നത് ഞങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ടതാണ് എന്നുള്ളതാണ്. അത്തരം വിഷയങ്ങളിൽ മറ്റാരെങ്കിലും ഇടപെടുമ്പോ അവരെ പല രൂപത്തിൽ ചാപ്പകുത്തിയിട്ട് അവരെ അപരവൽക്കരിക്കുന്ന പ്രവണതകള് അവര് പണ്ടുകാലം മുതലേ തുടർന്നു വരുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല, അവരെ അലോസരപ്പെടുത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇടതുപക്ഷം ഇവിടെ പഠിപ്പിച്ചിട്ടുള്ള ചില പൊതുബോധങ്ങൾ ഉണ്ടായിരുന്നു. മതം എന്ന് പറയുന്നത് അത് സാമൂഹിക ജീവിതത്തിൽ ഇടപെടുന്നത് അപകടകരമാണ്. സാമൂഹിക ജീവിതത്തിലേക്ക് മതത്തിന്റെ ആശയങ്ങളെയും അതിന്റെ അടിസ്ഥാനങ്ങളെയും കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവിടെ ധ്രുവീകരണം ഉണ്ടാകും, അത് വർഗീയ കലാപങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് മതത്തെയും മതത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ആശയങ്ങളെയും വിശ്വാസങ്ങളെയും ഒക്കെ സാമൂഹിക ഇടപെടലുകളിൽ നിന്ന് മാറ്റി നിർത്തണം. അവര് വീണ്ടും ജനങ്ങളെ പഠിപ്പിച്ചോ, മതത്തിന് അങ്ങനെ ഒരു സാമൂഹിക വിമോചന വശമില്ല. മതം എന്ന് പറയുന്നത് മനുഷ്യന്റെ ഒരു സ്വകാര്യമായ ജീവിതത്തിന്റെ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ. അതിന് സമൂഹത്തിന് പ്രത്യേകിച്ച് ഒരു റോള് നിർവഹിക്കാനില്ല. ജനങ്ങളുടെ ഭൗതികമായ ജീവിതത്തിന്റെ മുന്നോട്ട് പോക്കില്, സാമൂഹികമായ ജീവിതത്തിന്റെ മുന്നോട്ട് പോക്കില്, മനുഷ്യരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നിടത്ത്, മനുഷ്യരുടെ വിമോചന ആശയങ്ങളുടെ കാര്യത്തില് മതത്തിനും വിശ്വാസത്തിനും പ്രത്യേകിച്ച് ഒരു സംഭാവനയും ചെയ്യാനില്ല. അതുകൊണ്ടാണ് നിരന്തരമായിട്ട് അവർ മുഴക്കുന്ന മുദ്രാവാക്യങ്ങളിൽ കാണാൻ കഴിയുന്നത് പള്ളികളല്ല, പള്ളിക്കൂടം പണിയണമായിരം എന്നവർ വിളിച്ചുകൊണ്ടേയിരുന്നത്. കാരണം അവരുടെ കാഴ്ചപ്പാടിൽ പള്ളി എന്ന് പറയുന്നത് അത് കേവലം ആരാധനകൾ നടക്കുന്ന ഒരു സ്ഥലം മാത്രമാണ്. ആരാധനകൾ കൊണ്ട് മനുഷ്യ സമൂഹത്തിന് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. അതുകൊണ്ട് ആരാധനാലയങ്ങൾ നിർമ്മിക്കുന്നതിന് പകരം നിങ്ങള് പള്ളിക്കൂടങ്ങൾ നിർമ്മിച്ചാൽ സമൂഹത്തിന് ഉപകാരമുണ്ടാകുന്ന വിവരക്കേടുകൊണ്ട് പറയുന്നത് കൂടിയാണ്. കാരണം മതത്തെ കുറിച്ച് അവർ മനസ്സിലാക്കിയ ധാരണകളെല്ലാം തെറ്റാണ്. അല്ലെങ്കിൽ ചുരുങ്ങിയത് ഇസ്ലാമിനെ കുറിച്ച് അവർ മനസ്സിലാക്കിയ ധാരണകൾ തെറ്റാണ്. കാരണം ഇസ്ലാം എന്ന് പറയുന്നത് അത് അതിന്റെ ആരാധനയുടെയും വിശ്വാസത്തിന്റെയും അടിത്തറയിൽ നിന്നുകൊണ്ട് എങ്ങനെയാണത് മനുഷ്യ സമൂഹത്തിൽ ഇടപെടുന്നത് എന്നത് അവർക്ക് ഒന്നുകിൽ അറിവില്ലായ്മയുടെ പ്രശ്നമാണ്, അല്ലെങ്കിൽ തെറ്റിദ്ധാരണയുടെ വിഷയമാണ്, അല്ലെങ്കിൽ അവർ ബോധപൂർവം അത്തരം കാര്യങ്ങളെ മറച്ചു വെച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അവിടെയാണ് സോളിഡാരിറ്റി എഴുന്നേറ്റ് നിന്ന് പ്രഖ്യാപിച്ചത്. അവരിടപെടുന്ന മേഖലയില്, അവരുടെ ജനകീയമായ സമരങ്ങളില്, സേവന പ്രവർത്തനങ്ങളില് അതിനൊക്കെ പ്രചോദനമായി മാറുന്നത് വിശ്വാസമാണ്. ഒരു മനുഷ്യ സമൂഹത്തിന്റെ വിമോചനത്തിന്റെ വഴിയില് വിശ്വാസം എങ്ങനെയാണ് സ്വാധീനം ചെലുത്തുന്നത് എന്ന് പ്രായോഗികമായ ഇടപെടലുകളിലൂടെ സോളിഡാരിറ്റി ഇവിടെ കാണിച്ചു കൊടുത്തപ്പോ കൃത്യമായിട്ടും ആ സോളിഡാരിറ്റിയെ തീവ്രവാദികളെന്നും ഭീകരവാദികളെന്നും വിളിച്ചുകൊണ്ട് അരികവൽക്കരിക്കാൻ അവർ മുന്നോട്ട് വന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും. തീർച്ചയായും ഞാൻ പറഞ്ഞു വന്നത് അത് പിന്നിട്ട വഴികളില് അതിന്റെ ഇടപെടലുകൾ കേരളത്തിൽ ഏത് രൂപത്തിലുള്ള പ്രതിഫലനങ്ങളാണ് സൃഷ്ടിച്ചത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. നമുക്കറിയാം, യുവജന പ്രസ്ഥാനങ്ങളുടെയൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖല എന്ന് പറയുന്നത് സേവന പ്രവർത്തനങ്ങൾ കൂടിയാണ്. സേവന പ്രവർത്തനത്തിന് അതിൻ്റെതായ വലിയ മാതൃക സോളിഡാരിറ്റി ഇവിടെ നിർവഹിക്കുകയുണ്ടായി. നമുക്കറിയാം, ഇന്ന് ഏറ്റവും കൂടുതൽ നടന്നുകൊണ്ടിരിക്കുന്ന സേവന പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് വീട് നിർമ്മാണങ്ങളാണല്ലോ. കേരളത്തിലെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി തുടർന്നു വരുന്ന പ്രളയത്തിന്റെയും അതുപോലെ തന്നെ ഉരുൾപൊട്ടലിന്റെയും ഒക്കെ സാഹചര്യത്തില് ഏറ്റവും കൂടുതൽ ജനങ്ങൾക്ക് ആവശ്യമായി വരുന്ന ഒരു മേഖലയും വീട് നിർമ്മാണത്തിന്റെ വിഷയമാണ്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു വീട് നിർമ്മാണത്തിന്റെ ഒരു സേവനത്തിന്റെ ഒരു കൾച്ചർ, അങ്ങനെ ഒരു സംസ്കാരം ഏറ്റവും ജനകീയമായ രീതിയിൽ ഈ സമൂഹത്തിന് പരിചയപ്പെടുത്തിയ ഒരു പ്രസ്ഥാനം കൂടിയാണ് സോളിഡാരിറ്റി മൂവ്മെന്റ് എന്ന് പറയുന്നത്. നിങ്ങളുടെ പണം, ഞങ്ങളുടെ അധ്വാനം, പാവങ്ങൾക്കൊരു വീട് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിൽ നിന്നുകൊണ്ട് നൂറുകണക്കിന് വീടുകൾ സോളിഡാരിറ്റിയുടെ പ്രവർത്തകരുടെ അധ്വാനം കൊണ്ട് ഈ സമൂഹത്തിലെ പാവപ്പെട്ടവർക്ക് ലഭ്യമായി. അങ്ങനെ ഒരു കൾച്ചറിനെ പിന്നീട് ഇവിടുത്തെ ഒരുപാട് പാർട്ടികളും ഒരുപാട് സംഘടനകളും ഒരുപാട് പ്രസ്ഥാനങ്ങളും ഏറ്റെടുത്തതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരു പ്രസ്ഥാനം വിജയിക്കുന്നത്, ഒരു സംഘടന അടയാളപ്പെടുത്തുന്നത് അതിന്റെ പ്രവർത്തനങ്ങളുടെ ബാഹുല്യം കൊണ്ട് മാത്രമല്ല, മറിച്ച് അതെങ്ങനെയാണ് മറ്റുള്ളവർക്ക് മാതൃകയാകുന്നത്, പ്രചോദനമാകുന്നത് എന്നതുകൂടി മുൻനിർത്തിയിട്ടാണ്. ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ സോളിഡാരിറ്റി എന്ന് പറയുന്നത് ഒരു വിജയിച്ച ഒരു പ്രസ്ഥാനം കൂടിയാണ്. അതുകൊണ്ടാണ് അത് സമൂഹത്തിൽ അടയാളപ്പെട്ട് കിടക്കുന്നത്. സമകാലിക വർത്തമാന സാഹചര്യത്തിൽ നമുക്കറിയാം,
നമ്മളുടെ സമൂഹം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നത്തിലാണ് സോളിഡാരിറ്റി ഇടപെട്ടുകൊണ്ടേയിരിക്കുന്നത്. അതതിന്റെ മുൻകഴിഞ്ഞ ഇടപെടലുകളുടെ ഒരു തുടർച്ച കൂടിയാണ്. ആ തുടർച്ചയിലാണ് സോളിഡാരിറ്റി ഇന്ന് സമൂഹത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളുടെ രാജ്യം കടന്നുപോയി കൊണ്ടിരിക്കുന്ന ഏറെ ഭീതിജനകമായ ഒരു സാഹചര്യത്തെ കുറിച്ച് വിശദീകരിക്കേണ്ടതില്ലാത്ത വിധത്തിൽ ഏറെ വ്യക്തമാണല്ലോ. നമ്മളുടെ സമൂഹം ധ്രുവീകരിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ ഏതർത്ഥത്തിലുമുള്ള വലിയ അർത്ഥത്തിലുള്ള ധ്രുവീകരണങ്ങൾക്ക് ഭരണകൂടം തന്നെ ചുക്കാൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അധികാരം ഏൽപ്പിക്കപ്പെടുന്ന ആളുകൾ, ആ അധികാരികളെ ജനങ്ങളെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ വിഭജിക്കുകയും മുസ്ലിം സമൂഹത്തോടും ഇസ്ലാമിനോടും വിദ്വേഷജനകമായ രീതിയിൽ ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന കാഴ്ചകളെ ഓരോ ദിവസവും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. ഹിന്ദുത്വ ഫാഷിസം ഇവിടെ നിറഞ്ഞാടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം. അങ്ങനെ ഹിന്ദുത്വ ഫാഷിസം നിറഞ്ഞാടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ആ ഹിന്ദുത്വ ഫാഷിസത്തെ അഡ്രസ് ചെയ്യുക എന്നത് തന്നെയാണ് നമുക്ക് നിർവഹിക്കുവാനുള്ള ഏറ്റവും വലിയ സാമൂഹികമായ പോരാട്ടം എന്ന് പറയുന്നത്. ആ സാമൂഹികമായ പോരാട്ടത്തിന്റെ വഴിയിലാണ് സോളിഡാരിറ്റി ഇന്നതിന്റെ പ്രവർത്തനത്തിന്റെ സാമൂഹിക ഇടപെടലുകളുടെ മുഖം തിരിച്ചു വെച്ചിട്ടുള്ളത്. ഹിന്ദുത്വ ഫാഷിസം എന്ന് പറയുന്നത് അതൊരു പ്രൊജക്ട് കൂടിയാണ്, അതൊരു ജനോസൈഡൽ പ്രൊജക്ട് കൂടിയാണ്. അതായത് മുസ്ലിം സമൂഹത്തെ വംശഹത്യ നടത്താനുള്ള ഒരു പദ്ധതി കൂടിയാണ്. ആ വംശഹത്യാ പദ്ധതികളുടെ പല രൂപത്തിൽ അതിവിടെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തില് ഈ വംശഹത്യാ പ്രൊജക്ടിനെ കൃത്യമായി അഡ്രസ് ചെയ്യുകയും അതിനെ ഐഡന്റിഫൈ ചെയ്യുകയും അതിനെക്കുറിച്ച് നിരന്തരമായി സമൂഹത്തോട് സംസാരിക്കുകയും ചെയ്യുക എന്ന ദൗത്യം കൂടിയാണ് സോളിഡാരിറ്റി നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഒരു കാലത്ത് ഈ സംഘപരിവാർ അധികാരത്തിലേറിയ അതിന്റെ തുടക്കകാലത്ത് പല രൂപത്തിൽ മുസ്ലിങ്ങൾക്ക് നേരെ നടന്ന അതിക്രമങ്ങൾ നമുക്കെല്ലാം ഓർമ്മയുള്ള ഒരു സംഗതിയാണ്. അഖ്ലാഖിനെ നമ്മൾ മറന്നു കാണില്ല. അഖ്ലാഖിനെ വീട്ടിൽ കയറി അടിച്ചു കൊന്ന ഒരു സാഹചര്യത്തില് അന്ന് നമ്മളുടെ മീഡിയകളില് അതുപോലെ തന്നെ നമ്മളുടെ സംസാരങ്ങളില് എല്ലാം വരുന്ന ഒരു പ്രയോഗം എന്ന് പറയുന്നത് ആൾക്കൂട്ട കൊലപാതകം എന്നുള്ളതാണ്. ഈ ആൾക്കൂട്ട കൊലപാതകങ്ങൾ എന്ന് പറയുന്നത് അത് പിന്നീട് ആ ഒരു പ്രയോഗത്തിനായിരുന്നു അത്തരം അതിക്രമങ്ങളൊക്കെ അടയാളപ്പെട്ട് കിടന്നിരുന്നത്. ആൾക്കൂട്ട കൊലപാതകങ്ങൾ എന്ന് പറയുമ്പോൾ അതിനൊരു പ്രശ്നമുണ്ട്. അതിന് പിന്നിൽ ആരാണ് എന്നത് കൃത്യമല്ല, അതിന് പിന്നെ ആരാണ് എന്ന് വ്യക്തമല്ല. ഏതോ ഒരാൾക്കൂട്ടം എന്ന രൂപത്തിലാണ് അതിനെ അഡ്രസ് ചെയ്തിരുന്നത്. ആ സന്ദർഭത്തിലാണ് സോളിഡാരിറ്റി പറഞ്ഞത് അത് കേവലം ആൾക്കൂട്ടമല്ല, മറിച്ച് അത് സംഘപരിവാറാണ്, അത് ഹിന്ദുത്വ ഫാഷിസമാണ്, ഹിന്ദുത്വ ഫാഷിസത്തിന്റെ കൊലപാതകമാണ് എന്ന് സോളിഡാരിറ്റി ഇവിടെ വിളിച്ചു പറയുകയുണ്ടായി. എന്താണ് ഹിന്ദുത്വ എന്നത് ഈ സമൂഹത്തിന് മുന്നിലെ വളരെ കൃത്യമായി സോളിഡാരിറ്റി പരിചയപ്പെടുത്തുകയുണ്ടായി. അന്ന് പൊതുവെ ആളുകളൊക്കെ ആ പ്രയോഗങ്ങൾ അങ്ങനെ പ്രയോഗിച്ചിരുന്നില്ല. വളരെ സൂക്ഷ്മമായി മാത്രം, വളരെ പേടിയോടുകൂടി മാത്രം പ്രയോഗിച്ചിരുന്ന ഒരു പദമാണ്. അങ്ങനെയൊക്കെ പ്രയോഗിക്കാൻ പറ്റുമോ എന്ന് പോലും ആലോചിച്ചിരുന്ന ഒരു ഘട്ടത്തില് സോളിഡാരിറ്റിയാണ് എന്താണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഭരണകൂടത്തിന്റെ അതിക്രമങ്ങളുടെ അതുപോലെ തന്നെ RSSന്റെ പദ്ധതി എന്താണ് ഈ രാജ്യത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് വളരെ കൃത്യമായി അതിനെ അങ്ങനെ തന്നെ അഡ്രസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയത്. ഇന്ന് നമുക്കറിയാം, ഏതൊരു പാർട്ടിയും ഏതൊരു സംഘടനയും ഏതൊരു പ്രസ്ഥാനവും വളരെ കൃത്യമായിട്ട് ഹിന്ദുത്വ ഫാഷിസത്തെ അതുപോലെ തന്നെ ആ ഒരു പ്രയോഗം കൊണ്ട് തന്നെ അഡ്രസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഒരു പ്രസ്ഥാനത്തിന്റെ പ്രസക്തി എന്ന് പറയുന്നത് അതെങ്ങനെയാണ് ഒരു സമൂഹത്തിന്റെ നരേറ്റീവുകളെ നിർമ്മിക്കുന്നത് എന്നിടത്തും അതുപോലെ തന്നെ എങ്ങനെയാണ് അത് മറ്റുള്ളവർക്ക് മാതൃകയാണ് എന്നിടത്തുമാണ് അത് അടയാളപ്പെടുത്തുന്നത് എന്നുള്ളതാണ്. സോളിഡാരിറ്റിയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് ഇവിടെ വളരെ വ്യക്തമാക്കുകയുണ്ടായി. ഇന്ന് സമകാലികമായ വർത്തമാന സാഹചര്യത്തില് അത് നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ദൗത്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൗത്യം എന്ന് പറയുന്നത് ഇസ്ലാമോഫോബിയയെ അഡ്രസ് ചെയ്യുക എന്നതുകൂടിയാണ്. ഹിന്ദുത്വ ഫാഷിസത്തിന്റെ മുസ്ലിം വംശഹത്യയുടെ ആ പദ്ധതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത് ഏതൊരു സമൂഹത്തെയാണോ അവർ ഈ രാജ്യത്ത് നിന്ന് തുടച്ചു നീക്കാൻ ആഗ്രഹിക്കുന്നത്, ഏതൊരു സമൂഹത്തെയാണോ അവർ ഇല്ലായ്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ആ സമൂഹത്തെ പൈശാചികവൽക്കരിക്കുന്ന, ആ സമൂഹത്തെ കുറിച്ച് വലിയ അർത്ഥത്തിലുള്ള ശത്രുതയും വിദ്വേഷവും ആ സമൂഹത്തോട് ഉണ്ടാക്കുന്ന രൂപത്തിലുള്ള പ്രചരണങ്ങളും നിർമ്മിതികളും ഉണ്ടാക്കുക എന്നതാണ് അവരുടെ പദ്ധതി എന്ന് പറയുന്നത്. ആ പദ്ധതിയെ കൃത്യമായി മനസ്സിലാക്കിയിട്ട് ഇസ്ലാമോഫോബിയയെ അഡ്രസ് ചെയ്യുക എന്നത് സോളിഡാരിറ്റി മനസ്സിലാക്കുകയും
അതിന്റെ സാമൂഹിക ഇടപെടലുകളുടെ ഒരു പ്രധാനപ്പെട്ട മുഖമായിട്ട് അത് സ്വീകരിക്കുകയും ചെയ്തതായിട്ട് കാണാൻ കഴിയും. നമുക്കറിയാം ഇന്ന് പലപ്പോഴും മുമ്പ് സോളിഡാരിറ്റി ഇസ്ലാമോഫോബിയ എന്ന് പ്രയോഗിച്ച ഒരു സന്ദർഭത്തില് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇസ്ലാമോഫോബിയയോ അത് വേറെ ഏതോ രാജ്യത്ത് നടക്കുന്ന, യൂറോപ്പിലോ അമേരിക്കയിലോ ലണ്ടനിലോ ഒക്കെ നടക്കുന്ന ഒരു കാര്യമല്ലേ, നമ്മളുടെ നാട്ടിൽ എന്ത് ഇസ്ലാമോഫോബിയ എന്നൊക്കെ ആളുകൾ ചോദിച്ച സന്ദർഭങ്ങൾ ഉണ്ടായിരുന്നു. ആ സമയത്താണ് എന്താണ് ഇസ്ലാമോഫോബിയ എന്നും അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നും എങ്ങനെയാണ് നമ്മളുടെ ഭരണകൂടങ്ങളും മീഡിയകളും ഇവിടുത്തെ സാംസ്കാരിക മേഖലയെയും അതുപോലെ തന്നെ ഇവിടുത്തെ മറ്റു വ്യത്യസ്ത മേഖലകളിലും ഇവിടുത്തെ പൊതുബോധത്തിലും ഇവിടുത്തെ സിനിമകളിലും അടക്കം എങ്ങനെയാണ് ഇസ്ലാമോഫോബിയ വർക്ക് ചെയ്യുന്നത് എന്ന് വളരെ കൃത്യമായിട്ട് അതിനെ അക്കാഡമികമായിട്ടും അതുപോലെ തന്നെ ജനകീയമായ ഭാഷയിലുമൊക്കെ സോളിഡാരിറ്റി നിരന്തരം ഈ സമൂഹത്തോട് സംസാരിച്ചു കൊണ്ടേയിരുന്നു. നമുക്കറിയാലോ, നമ്മൾ ശ്രദ്ധിച്ചാൽ കാണാൻ കഴിയും, ഇസ്ലാമാണ് ലോകത്തിന്റെ ഫോക്കസിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ഇപ്പൊ ലോകരാഷ്ട്രീയം എടുത്തു നോക്കുക, എന്താണ് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്? ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന, ലോകത്ത് തന്നെ ഏറ്റവും വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളിലെ ഒരു കേന്ദ്ര സ്ഥാനത്ത് ആരാണുള്ളത്? ഫലസ്തീനാണല്ലോ ഇന്ന് കേന്ദ്ര സ്ഥാനത്തുള്ളത്. ആ ഫലസ്തീനിൽ നിന്നാണല്ലോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഇറാനും അമേരിക്കക്കും ഇടയിൽ നടന്നുകൊണ്ടിരിക്കുന്ന, ഇറാനും ഇസ്രായേലിനും നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിന്റെയും പോരാട്ടത്തിന്റെയും ഒരു ഫോക്കസിംഗ് പോയിന്റ് കിടക്കുന്നത് ഫലസ്തീൻ എന്ന് പറയുന്ന വിഷയത്തിലാണല്ലോ. ആ ഫലസ്തീൻ എന്ന് പറയുന്ന വിഷയത്തിന്റെ മർമ്മം ഇസ്ലാമും മുസ്ലിങ്ങളും തന്നെയാണല്ലോ. ഇന്ന് ലോകത്തിന്റെ ഒരു വിഷയത്തിലാണ് അത് കേന്ദ്രീകരിച്ചിട്ടുള്ളത്. ഇന്ത്യയിലേക്ക് വന്നാലും അവിടെയും ഇസ്ലാമും മുസ്ലിങ്ങളും തന്നെയാണ് കേന്ദ്രസ്ഥാനത്തുള്ളത്. ഈ കൊച്ചു കേരളത്തിലേക്ക് വന്നാലും ഇവിടെ പലതരത്തിലുള്ള ചർച്ചകൾ, ഏതു തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടാകുമ്പോഴും ആ വിഷയങ്ങളുടെ ചർച്ചയുടെ എല്ലാം ഒരു ഒടുക്കവും അതിന്റെ ഒരു മടക്കവും രത്നച്ചുരുക്കവും വീണ്ടും ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും ചുറ്റിപ്പറ്റിക്കൊണ്ടാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ നടക്കുന്നത് എന്ന് ചോദിച്ചാല്, ഇസ്ലാമിന് അതിന്റെ ആശയപരമായ അടിത്തറയിൽ നിന്നുകൊണ്ട് ഈ മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളിലും ഈ ലോകത്തോട് സംവദിക്കാൻ കഴിയുന്ന ഒരു ശേഷി ഇസ്ലാമിനുണ്ട് എന്നതുകൊണ്ട് തന്നെയാണ്. നമുക്കറിയാം, നമ്മള് ലോകത്തെടുത്തു നോക്കിയാലും നമ്മളുടെ രാജ്യത്തെടുത്തു നോക്കിയാലും ഇസ്ലാമും മുസ്ലിങ്ങളുമാണ് പലപ്പോഴും വേട്ടയാടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോ ചില ആളുകളെങ്കിലും ചിന്തിച്ചു പോവുകയാണ്, ഇങ്ങനെ എല്ലായിടത്തും വേട്ടയാടപ്പെടുന്ന ഒരു സമൂഹമായി, എല്ലാ അർത്ഥത്തിലും വിമർശിക്കപ്പെടുകയും അതുപോലെ തന്നെ എതിർക്കപ്പെടുകയും ചെയ്യുന്ന ഒരു ആശയമായി ഇസ്ലാം മാറുന്നുണ്ടെങ്കിൽ അത് ഇസ്ലാമിനെന്തോ ഒരു കുഴപ്പമുള്ളത് കൊണ്ടാണല്ലോ എന്ന് പലപ്പോഴും അവർ ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മുസ്ലിം സമൂഹത്തെ കുറിച്ച് നിങ്ങൾ ഭീകരവാദികളാണ്, തീവ്രവാദികളാണ്, നിങ്ങൾ പല അർത്ഥത്തിലും കൊള്ളരായ്മകൾ ചെയ്യുന്ന ആളുകളാണ് എന്ന് പല രൂപത്തിലും മുസ്ലിങ്ങളെ കുറിച്ചുള്ള വിമർശനങ്ങൾ ഉണ്ടാകുമ്പോൾ ചില ആളുകളൊക്കെ ചിന്തിച്ചു പോവുകയാണ്, മുസ്ലിങ്ങൾക്ക് എന്തോ ഒരു കുഴപ്പമുണ്ട്. മുസ്ലിങ്ങളിൽ തന്നെ പല ആളുകളും അങ്ങനെയാണ് ചിന്തിക്കുന്നത്. നമുക്കെന്തോ ഒരു കുഴപ്പമുണ്ടായതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ വിമർശിക്കപ്പെടുന്നത്. നമ്മൾ നന്നായാല് ഈ വിമർശനങ്ങൾ നിൽക്കുമെന്ന് നിഷ്കളങ്കമായി ചിലപ്പോൾ അവർ ആലോചിച്ചു പോവുകയാണ്. നമ്മൾ നന്നാവാത്തത് കൊണ്ടാണ്, നമ്മളിൽപ്പെട്ട പലരും മോശമായത് കൊണ്ടാണ് നമ്മളുടെ ചുറ്റും ഇസ്ലാമോഫോബിയ ഉള്ളത് എന്ന് ചിലരൊക്കെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ശരിക്കും എന്താണ് ഇതിന്റെ കാരണം? നമ്മൾ ആലോചിച്ച് നോക്കുക. എന്താണ് യൂറോപ്പിന് ഇസ്ലാമിനോടുള്ള പ്രശ്നം? യൂറോപ്പിന് ഇസ്ലാമിനോടുള്ള പ്രശ്നം അന്വേഷിച്ചു നോക്കുമ്പോ ഇസ്ലാമിന്റെ അടിത്തറകളിൽ തന്നെയാണ് അതിന്റെ പ്രശ്നമെന്ന് നമുക്ക് കാണാൻ കഴിയും. ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന അടിസ്ഥാനങ്ങൾ തന്നെയാണ് പലപ്പോഴും ഇസ്ലാമിന് ശത്രുക്കളെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ അതിങ്ങനെ വളരെ പെട്ടെന്ന് എല്ലാ കാലത്തെയും എല്ലാ സമൂഹത്തിലെ എല്ലാ ജനങ്ങൾക്കും സ്വീകരിക്കാൻ കഴിയുന്ന ഒരു ആശയമല്ല ഇസ്ലാമിനുള്ളത്. കാരണം ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ എന്ന് പറയുന്നത് അത് എല്ലാവർക്കും പെട്ടെന്ന് സ്വീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. അതിന്റെ അടിസ്ഥാന ആശയം ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നുള്ളതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ ഇലാഹില്ല, അല്ലാഹു മാത്രമാണ് ആധിപത്യമുടയവൻ, അല്ലാഹുവിന് മാത്രമാണ് എല്ലാ തരത്തിലുള്ള അധികാരവും ആധിപത്യവും ഉള്ളവൻ, അവന് മാത്രമേ ആരാധനക്കർഹനായിട്ടുള്ളൂ, അവന് മാത്രമേ എല്ലാ ശക്തിയുമുള്ളൂ എന്ന പ്രഖ്യാപനം യഥാർത്ഥത്തില് എല്ലാവർക്കും സ്വീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. ഈ ലോകത്ത് മനുഷ്യ സമൂഹത്തിന്റെ ചരിത്രത്തിലുടനീളം ഏകാധിപതികളും സ്വേച്ഛാധിപതികളുമായ ആളുകൾ ഉണ്ടായിരുന്നു. ഈ ഏകാധിപതികളും സ്വേച്ഛാധിപതികളുമായ ആളുകളെ അവർ വിചാരിച്ചു വെച്ചിരുന്നത് ഞങ്ങളാണ് ഏറ്റവും വലുത്, ഈ പ്രജകളൊക്കെ ഞങ്ങളുടെ അടിമകളാണ്, ഇവർക്ക് മുകളിലാണ് ഞങ്ങൾ ഉള്ളത് എന്ന് ധരിച്ചു വെച്ചിരുന്നു. ഈ പ്രജകളെ എന്ത് വേണമെങ്കിലും ചെയ്യാൻ ഞങ്ങൾക്ക് അധികാരമുണ്ട്
എന്ന് വിചാരിച്ചവരാണ്. ഫറോവയെ കുറിച്ച് ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ടല്ലോ, അലൈസലി മുൽക്കു മിസ്ർ, ഈ ഈജിപ്തിന്റെ അധികാരം എനിക്കുള്ളതല്ലേ, വഹാദിഹിൽ അൻഹാറു തജ്രി മിൻ തഹ്തി, ഈ നൈൽ നദി അടക്കം ഒഴുകിക്കൊണ്ടിരിക്കുന്നത് എന്റെ കാൽച്ചുവട്ടിലൂടെയാണ് എന്ന് പറഞ്ഞ ഫറോവ പറയുന്നുണ്ട്, ഞാനല്ലാതെ മറ്റേത് ദൈവമാണ് നിങ്ങൾക്കുള്ളത്? ഞാൻ അനുവാദം നൽകാതെ നിങ്ങള് മറ്റൊരു ദൈവത്തിൽ വിശ്വസിക്കുകയോ എന്നൊക്കെ ചോദിക്കുന്നതിന്റെ അടിസ്ഥാനം എന്താണ്? ഞാനാണ് മനുഷ്യരുടെ അധിപതി, അവർക്ക് മേൽ അധികാരമുള്ള ആൾ ഞാനാണ് എന്ന വിശ്വാസമാണ് ഫറോവയെ മുന്നോട്ട് നയിച്ചിരുന്നത്. നമ്രൂദും അതുപോലെ തന്നെയായിരുന്നു. അതുകൊണ്ടാണല്ലോ ഇബ്രാഹിം നബി അലൈഹി സ്വലാമുമായിട്ടുള്ള സംവാദത്തിന്റെ സന്ദർഭത്തില് 2 തടവുകാരെ വിളിച്ചു കൊണ്ടുവന്നുകൊണ്ട് അന ഉഹീ വ ഉമീത്ത്, എനിക്കും ജീവിപ്പിക്കാനും മരിപ്പിക്കുവാനും കഴിയുമെന്ന് പറഞ്ഞിട്ട് അതിലൊരാളെ കൊന്നുകളയാനും ഒരാളെ വെറുതെ വിടാനും കൽപ്പിച്ചതിലൂടെ നമ്രൂദും പറയുന്നത് ജനങ്ങളുടെ ദൈവം, ജനങ്ങളുടെ കാര്യം തീരുമാനിക്കുന്നവൻ ഞാനാണ് എന്ന ചിന്തയാണ്. ഈ പറയുന്ന ഏകാധിപതികൾക്കും സ്വേച്ഛാധിപതികൾക്കും ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന തൗഹീദിനെ അംഗീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് അവർ ഇസ്ലാമിന്റെ ശത്രുപക്ഷത്ത് എല്ലാ കാലത്തും നിലയുറപ്പിച്ചതായിട്ട് കാണാൻ കഴിയും. ഏകാധിപത്യവും സ്വേച്ഛാധിപത്യവും കൈമുതലാക്കിയിട്ടുള്ള ഭരണകൂടങ്ങളും അധികാര ശക്തികളും അന്നു മുതലേ ഇസ്ലാമിന്റെ ശത്രുപക്ഷത്താണ് നിലയുറപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന രണ്ടാമത്തെ അടിത്തറ എന്ന് പറയുന്നത് മനുഷ്യരെല്ലാം ഒന്നാണ് എന്ന് പറയുന്നതാണ്. ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന മാനവികമായ സന്ദേശമാണ്. എല്ലാവരും ആദമിന്റെ മക്കളാണ്, എല്ലാ മനുഷ്യരും തുല്യരാണ്. അറബിക്ക് അനറബിയേക്കാളോ വെളുത്തവന് കറുത്തവനേക്കാളോ യാതൊരു ശ്രേഷ്ഠതയുമില്ല എന്ന് പറയുന്ന ഇസ്ലാമിന്റെ അടിത്തറ അതെല്ലാവർക്കും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. കാരണം മനുഷ്യ സമൂഹത്തിന്റെ തുടക്കം മുതൽ തന്നെയും ഈ വംശീയമായ ബോധങ്ങൾ മനുഷ്യ സമൂഹത്തിൽ വേരുറച്ചു പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ വംശമാണ്, ഞങ്ങളുടെ ജാതിയാണ്, ഞങ്ങളുടെ ഭാഷയാണ്, ദേശമാണ്, വർണ്ണമാണ് ഏറ്റവും വലുത്, ഞങ്ങളുടെ എന്ന് ഏറ്റവും ശ്രേഷ്ഠമായത്, മറ്റുള്ളവരൊക്കെ ഞങ്ങൾക്ക് താഴെയാണ് എന്ന് വിചാരിക്കുകയും വിശ്വസിക്കുകയും ചെയ്തിരുന്ന ജനങ്ങൾ എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. നൂഹ് നബിയെ കുറിച്ച് പറയുന്ന സന്ദർഭത്തിലെ വംശീയത എന്ന് പറയുന്നത് അത് എല്ലാ കാലഘട്ടത്തിലും മനുഷ്യരിൽ ഉള്ളിൽ അടിയുറച്ച ഒരു വികാരമായിരുന്നു. നൂഹ് നബി അലൈഹിസ്സലാമയുടെ ജനത നൂഹ് നബിയെ വിമർശിച്ചുകൊണ്ട് സംസാരിക്കുന്ന ഒരു കാര്യം വിശുദ്ധ ഖുർആൻ ഉദ്ധരിക്കുന്നത് വമാ നറാക തബൈക ഇല്ലല്ലദീന ഹും അറാദിലുനാ ബദിഅർ, നിന്നെ പിൻപറ്റിയ ഈ ആളുകൾ എന്ന് പറയുന്നത് അത് ഞങ്ങളെ സമൂഹത്തിലെ കീഴാളരാണ്. ഒരഭിപ്രായത്തിനും ഒരു വില കൽപ്പിക്കാത്ത അങ്ങനെ താഴേക്കിടയിലുള്ള ആളുകൾ മാത്രമാണ് പിൻപറ്റിയത് എന്ന് ആ സമൂഹത്തിലെ പ്രമാണിമാർ നൂഹ് നബി അലൈഹിസ്സലാമയോട് പറഞ്ഞ ഒരു സന്ദർഭം ഖുർആൻ പറയുന്നുണ്ട്. അതായത് ഇങ്ങനെ ആളുകൾ പ്രമാണികളെന്നും ഉയർന്നവരെന്നും സവർണരെന്നും അതുപോലെ തന്നെ ചില മനുഷ്യരെ കീഴാളരെന്നും എന്നൊക്കെ വേർതിരിച്ചുകൊണ്ട് കണക്കാക്കി തുടങ്ങിയത് മനുഷ്യ ചരിത്രത്തോളം പഴക്കമുണ്ട് എന്നുള്ളതാണ്. ഇബ്ലീസിൽ നിന്ന് തന്നെ തുടങ്ങുന്നുണ്ടല്ലോ. അത് തീയിൽ നിന്ന് സൃഷ്ടിച്ച ഞാനാണ്, മണ്ണ് കൊണ്ട് സൃഷ്ടിച്ച ആദമിനേക്കാൾ മഹത്വമുള്ളവൻ എന്ന് ഇബ്ലീസ് പറഞ്ഞത് ഇതേ വംശീയമായ ബോധമാണ്. ഈ വംശീയ ബോധത്തിന്റെ കടക്കൽ കത്തിവെച്ചുകൊണ്ടാണ് ഇസ്ലാം മനുഷ്യ സമൂഹത്തെ അഡ്രസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഈ ഇസ്ലാമിനെതിരായിട്ടുള്ള ശത്രുതയുടെ ഒരു കാരണം എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ ഈ മാനവിക കാഴ്ചപ്പാട് കൂടിയാണ്. യൂറോപ്പിന്റെ പ്രശ്നം അതാണ്. കാരണം യൂറോപ്പിന്റെ ബോധം എന്ന് പറയുന്നത് വെള്ളവംശീയതയാണ്. യൂറോപ്പ് വിശ്വസിക്കുന്നത് ലോകത്ത് ഏറ്റവും ശുദ്ധരായ മനുഷ്യർ, അവർ പരിണാമത്തിന്റെ ഏറ്റവും പൂർണ്ണമായ അവസ്ഥയിൽ എത്തിയിട്ടുള്ളത് വെള്ളക്കാരായ യൂറോപ്യന്മാര് മാത്രമാണ്. അതുകൊണ്ട് ആ വെള്ളക്കാരല്ലാത്ത കറുത്തവരായ ആളുകള്, ആഫ്രിക്കക്കാരായ ആളുകള്, ഏഷ്യക്കാരായ ആളുകള് അവരൊന്നും പൂർണ്ണമായും മനുഷ്യരല്ല. അതുകൊണ്ട് മനുഷ്യരോട് പുലർത്തുന്ന ഒരു സമീപനവും ഒരു ആദരവും അവർക്ക് നൽകേണ്ടതില്ല. അതുകൊണ്ടാണല്ലോ അധിനിവേശങ്ങൾ നടന്നിട്ടുള്ളത്, അതുകൊണ്ടാണല്ലോ കൂട്ടക്കൊലകൾ നടന്നിട്ടുള്ളത്, അതുകൊണ്ടാണല്ലോ ആഫ്രിക്കയിലേക്ക് കടന്നു കയറിയിട്ട് അവിടുത്തെ മനുഷ്യരെ പിടിച്ചുകൊണ്ടുവന്ന് ചങ്ങലക്കെട്ട് യൂറോപ്പിന്റെ ചന്തയിൽ അടിമകളായിട്ട് കച്ചവടം ചെയ്തത് അവരെ മനുഷ്യരായിട്ട് പരിഗണിക്കുക എന്ന നിലപാട് കൊണ്ടുകൊണ്ടയായ അതേ നിലപാടാണ് ഇന്നും യൂറോപ്പിനുള്ളത്. അമേരിക്കയിൽ അത് ഇടക്കിടക്ക് നമുക്ക് കാണാൻ കഴിയും. അമേരിക്കയുടെ അടിസ്ഥാനം തന്നെ വംശീയതയിൽ കെട്ടിപ്പടുത്തതാണ്. അവിടെ ഉണ്ടായിരുന്ന റെഡ് ഇന്ത്യൻസ് എന്ന് പറയുന്ന വിഭാഗങ്ങളെ മുഴുവൻ കൂട്ടക്കൊല നടത്തിയിട്ട് വെള്ളക്കാരായ യൂറോപ്യന്മാർ കുടിയേറി പാർത്തു തുടങ്ങിയതാണ് അമേരിക്കയുടെ ചരിത്രം എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും
അവർക്ക് ഇസ്ലാമിനെ അംഗീകരിക്കാൻ കഴിയില്ല. കാരണം ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആശയം കറുത്തവനും വെളുത്തവനും ഒരേ സ്ഥാനമാണ് നൽകുന്നത്. കറുത്തവന് വെളുത്തവന് കറുത്തവനേക്കാൾ യാതൊരു ശ്രേഷ്ഠതയുമില്ല എന്ന് പറയുന്നിടത്താണ്. അതുകൊണ്ട് ഇസ്ലാം ഇവിടെ വളർന്നു കഴിഞ്ഞാൽ, ഇസ്ലാം ഇവിടെ പ്രചരിച്ചു കഴിഞ്ഞാൽ, ഇസ്ലാം ഇവിടെ അതിന് ആളുകൾക്ക് സ്വീകാര്യത കിട്ടിക്കഴിഞ്ഞാൽ തകർന്നു പോകുന്നത് അവർ മുന്നോട്ട് വെക്കുന്ന വെള്ളവംശീയതയുടെ ബോധങ്ങളെയാണ് അത് തകർത്ത് കളയുന്നത്. അതുകൊണ്ട് അവർ നിരന്തരമായി ഇസ്ലാമിനെ പൈശാചികവൽക്കരിച്ചു കൊണ്ടേയിരുന്നു. അവര് ഭീകരവാദികളാണ്, തീവ്രവാദികളാണ്, അവർ സ്ത്രീകളെ അടിച്ചമർത്തുന്നവരാണ്, വാളുകൊണ്ട് പ്രചരിച്ചതാണ്, ഇങ്ങനെ തുടങ്ങി ഇസ്ലാമിനെ ഏതൊക്കെ അർത്ഥത്തിൽ പൈശാചികവൽക്കരിക്കാൻ പറ്റുമോ അതിന്റെ മുഴുവൻ പ്രചരണത്തിന്റെ എല്ലാ ആയുധങ്ങളും ഉപയോഗിച്ചുകൊണ്ട് യൂറോപ്പ് കാലങ്ങളായിട്ട് ഇസ്ലാമിനെയും മുസ്ലിങ്ങൾക്കും എതിരായിട്ടുള്ള വിദ്വേഷ പ്രചരണങ്ങൾ നടത്തുന്നതിന്റെ അടിസ്ഥാനപരമായ കാരണം എന്ന് പറയുന്നത് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന മാനവികമായ കാഴ്ചപ്പാടിനോടുള്ള എതിർപ്പ് കൂടിയാണ് എന്ന് കാണാൻ കഴിയും. എന്തുകൊണ്ടാണ് ഇന്ത്യയില് സംഘ് പരിവാർ, RSS മുസ്ലിങ്ങളോട് വിദ്വേഷം വെച്ച് പുലർത്തുന്നതിന്റെ കാരണം എന്താണ്? ഒരു വശത്ത് അതിന് രാഷ്ട്രീയപരമായ കാരണമുണ്ടാകും. കാരണം ഇവിടെ ഇസ്ലാമോഫോബിയയും മുസ്ലിം വിദ്വേഷവും BJP മുന്നോട്ട് വെക്കുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം വോട്ട് ബാങ്ക് കൂടിയാണ്. നമുക്കറിയാം, നമ്മളുടെ രാജ്യം എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ രാജ്യമാണ്. ഈ ജനാധിപത്യ രാജ്യത്ത് ഇവിടുത്തെ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് ഏറെ പ്രധാനമാണ്. അധികാരം ലഭിക്കുവാൻ വോട്ട് ബാങ്ക് പ്രധാനമാണ്. വോട്ട് ബാങ്ക് തീരുമാനിക്കുന്നതാകട്ടെ ഇവിടുത്തെ മതവിഭാഗങ്ങളും ജാതികളും തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ രാജ്യത്തുള്ള ഏറ്റവും വലിയ മതവിഭാഗമായ ഹിന്ദു സമൂഹത്തെ കൂടെ നിർത്താൻ കഴിഞ്ഞാല് എല്ലാ കാലത്തും അധികാരത്തിൽ തുടരാൻ കഴിയും എന്നത് അവർക്കറിയാം. പക്ഷേ അതിനൊരു പ്രശ്നമുണ്ട്. ആ പ്രശ്നം എന്താണ്? അങ്ങനെ ഹിന്ദുക്കൾ എന്ന് പറയുന്ന ഒരൊറ്റ മതസമൂഹം ഈ രാജ്യത്തില്ല എന്നുള്ളതാണ്. കാരണം വ്യത്യസ്തങ്ങളായ ജാതികളായി, ഉപജാതികളായി, അങ്ങനെ ആയിരക്കണക്കിന് ജാതികളും ഉപജാതികളുമായിട്ടൊക്കെ തിരിഞ്ഞു കഴിയുന്ന വലിയൊരു ജനസമൂഹത്തെ ഏകീകരിക്കുവാനുള്ള ഒരാശയവും RSSന്റെ കയ്യിലില്ല, BJPയുടെ കയ്യിലില്ല. അവർക്ക് മതത്തിന്റെ അടിസ്ഥാനത്തിൽ, അവരുടെ വേദങ്ങളുടെ അടിസ്ഥാനത്തിൽ അവരെ യോജിപ്പിക്കാൻ കഴിയില്ല. കാരണം അവരുടെ വേദങ്ങൾ തന്നെയും വർണ്ണാശ്രമ ധർമ്മത്തെ, ഈ പറയുന്ന ജാതിയെയൊക്കെ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രൂപത്തിൽ, അതിനെ പിന്തുണക്കുന്ന രൂപത്തിലാണ് അതിന്റെ വേദങ്ങളുടെ അധ്യാപനം പോലും കിടക്കുന്നത്. അതുകൊണ്ട് വേദങ്ങൾ വെച്ചുകൊണ്ട്, മതത്തിന്റെ അടിസ്ഥാനങ്ങൾ വെച്ചുകൊണ്ട് അവരെ ഏകീകരിക്കാൻ അവർക്ക് കഴിയില്ല. പിന്നെ ഒരേ ഒരു വഴിയുണ്ട്, അത് അവർക്കൊരു ഏകീകൃത ശത്രുവിനെ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അവർക്കെല്ലാം തികഞ്ഞ ഒരു ശത്രുവിനെ അവര് സമൂഹത്തിന് മുന്നിൽ കാഴ്ചവെച്ചു. മുസ്ലിം എന്ന് പറയുന്ന ഒരു ശത്രുവിനെ. മുസ്ലിങ്ങൾ ഈ രാജ്യക്കാരല്ല എന്നവർ പറഞ്ഞു, ഈ ദേശത്തേക്ക് കുടിയേറിയവരാണ് എന്ന് പറഞ്ഞു. ഈ രാജ്യത്തിന്റെ സംസ്കാരത്തെ, ഇതിന്റെ പാരമ്പര്യത്തെ, ഇതിന്റെ എല്ലാ അർത്ഥത്തിലുള്ള പൈതൃകത്തെയും നശിപ്പിച്ചു കളഞ്ഞവരാണ് ഇവര് എന്ന് നുണപ്രചരണം അവര് നടത്തി. ഈ രാജ്യം ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് ഏറ്റവും നല്ല രീതിയിൽ ലോകത്തിന് തന്നെ മാതൃകയായ ഒരു സമൂഹമായിരുന്നു എന്നും മുസ്ലിങ്ങൾ കടന്നു വന്നതിന് ശേഷമാണ് ഈ രാജ്യത്തിന്റെ നാശം തുടങ്ങിയത് എന്നൊക്കെയുള്ള പച്ചക്കള്ളങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് ഇനിയും അവരിവിടെ വളർന്നു വരികയാണെങ്കിൽ, അവരിവിടെ നിലനിൽക്കുകയാണെങ്കിൽ ഈ രാജ്യത്ത് ഹിന്ദുക്കൾക്ക് സ്വതന്ത്രമായി ജീവിക്കാൻ കഴിയില്ല എന്നും, നിങ്ങളുടെ മക്കൾ കോളേജിൽ പോകുമ്പോ അവരെ പ്രണയം നടിച്ച് മതം മാറ്റി തീവ്രവാദത്തിലേക്ക് കൊണ്ടുപോകുന്ന ലവ് ജിഹാദ് നടത്തുന്നവരാണ് മുസ്ലിങ്ങൾ എന്നവർ പ്രചരിപ്പിച്ചു. നിങ്ങളുടെ ആൺകുട്ടികൾക്ക് മയക്കുമരുന്ന് നൽകി നാർക്കോട്ടിക് ജിഹാദ് നടത്തിയിട്ട് നിങ്ങളുടെ മക്കളെ വഴിതിഴപ്പിക്കാൻ കൊണ്ടു നടക്കുന്നവരാണ് മുസ്ലിങ്ങൾ എന്ന് പ്രചരിപ്പിച്ച്, അങ്ങനെ ഒരു ശത്രുവിനെ, ഇല്ലാത്ത ഒരു ശത്രുവിനെ മുന്നിൽ നിർത്തിയിട്ട് അവര് ജനങ്ങളുടെ, ഹിന്ദുക്കളുടെ വോട്ടുകൾ ഏകീകരിക്കാൻ തുടങ്ങി. അവര് പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല, നിങ്ങളെ സംരക്ഷിക്കാൻ ഞങ്ങളുണ്ട്. ഈ പറയുന്ന ഒരു രാഷ്ട്രീയമായ താല്പര്യം മുസ്ലിം വിരോധത്തിന്റെ പിന്നിലുണ്ട്. പക്ഷേ രാഷ്ട്രീയ താല്പര്യം മാത്രമല്ല അതിനുള്ളത്, അതിനൊരു രാഷ്ട്രീയപരമായ ഒരു തലം കൂടിയുണ്ട്. അതെന്താണ്? RSS മുന്നോട്ട് വെക്കുന്ന, സംഘ് പരിവാർ മുന്നോട്ട് വെക്കുന്ന ഒരു രാഷ്ട്രീയത്തിന്റെ ഒരു സാമൂഹികമായ ഒരു വിഭാവനയുണ്ട്. ആ സാമൂഹികമായ വിഭാവന എന്ന് പറയുന്നത് ജാതിയിൽ അധിഷ്ഠിതമായ ഒരു സമൂഹത്തെ പുനർനിർമ്മിക്കുക എന്നത് കൂടിയാണ്. കാരണം ഒരു കാലത്ത് ഇന്ത്യ രാജ്യം അങ്ങനെ പ്രത്യക്ഷമായ ജാതി വിവേചനത്താൽ നിർമ്മിതമായ ഒരു സാമൂഹിക ഘടനത്താണ് മുന്നോട്ട് പോയിരുന്നത്. അയിത്തവും തൊട്ടുകൂടായ്മയും തിണ്ടിക്കൂടായ്മയും ഒക്കെ നിലനിന്നിരുന്ന ഒരു പാരമ്പര്യം ഈ രാജ്യത്തിനുണ്ടായിരുന്നു.
അങ്ങനെയുള്ള ഒരു പാരമ്പര്യത്തിന്, അങ്ങനെയുള്ള ആ ജാതീയമായ മേധാവിത്വത്തിന് പരിക്കേറ്റത് മുസ്ലിങ്ങൾ ഇവിടെ വന്നതിന് ശേഷമാണ്. കാരണം ഇസ്ലാം ഇവിടെ കടന്നു വന്നു, മുസ്ലിങ്ങൾ ഇവിടെ ജീവിക്കാൻ തുടങ്ങി, മനുഷ്യരെ ജാതികളായി തിരിക്കുന്നതിനെതിരെ നിന്നു. അവരുടെ ഇടപെടലുകളിലെ, അവരുടെ മുന്നോട്ട് പോക്കുകളിലെ, അവരുടെ സാമൂഹികമായ ബന്ധങ്ങളിലൂടെ ഈ ജാതിപരമായിട്ടുള്ള വിവേചനങ്ങളെ മറികടക്കാൻ മുസ്ലിങ്ങളെ കൊണ്ട് സാധിച്ചു. മുസ്ലിങ്ങൾ ഒരുപാട് കാലം ഇവിടെ അധികാരത്തിലിരുന്നു, ഭരണം നടത്തി. അവരുടേതായ ഇടപെടലുകളിലൂടെ പല അർത്ഥത്തിൽ ഇവിടെ ജാതീയപരമായിട്ടുള്ള മേധാവിത്വത്തിന് ഇവിടെ വലിയ അർത്ഥത്തിലുള്ള പരിക്കേറ്റു. നമുക്കറിയാലോ എങ്ങനെയാണ് ഇന്ത്യയിൽ ഇത്രയേറെ മുസ്ലിങ്ങൾ ഉണ്ടായത്. ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ എണ്ണം നമ്മൾ ന്യൂനപക്ഷമാണ് എന്ന് പറയാറുണ്ട്. പക്ഷേ അതൊരു ആപേക്ഷിക ന്യൂനപക്ഷം മാത്രമാണ്. ലോകത്ത് മുസ്ലിം ജനസംഖ്യയിലെ 2ാം സ്ഥാനത്ത് ഇന്ത്യയാണ് നിൽക്കുന്നത്. ഇന്തോനേഷ്യ കഴിഞ്ഞാൽ പിന്നെ ലോകത്ത് ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ള രാജ്യം ഇന്ത്യയാണ്. അറേബ്യൻ രാജ്യങ്ങളെല്ലാം ഇന്ത്യയിലാണ് അത്രയേറെ മുസ്ലിങ്ങൾ ഉള്ളത്. എങ്ങനെയാണ് ഇന്ത്യയിൽ ഇത്രയേറെ മുസ്ലിങ്ങൾ ഉണ്ടായത്? വേറെ ഏതെങ്കിലും രാജ്യത്തു നിന്ന് കുടിയേറി വന്നവരല്ലല്ലോ ഇവിടുത്തെ മുസ്ലിങ്ങൾ എന്ന് പറയുന്നത്. ബംഗ്ലാദേശും പാകിസ്ഥാനും വിഭജനത്തിന് മുമ്പുള്ള ഒരു ഇന്ത്യയെ പരിഗണിച്ചാൽ ലോകത്തെ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ള ഒരു പ്രദേശം ഈ പ്രദേശമായിരിക്കും. എങ്ങനെ അങ്ങനെ ആയി എന്ന് ചോദിച്ചാൽ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇവിടുത്തെ ജാതീയതയാണ്. കാരണം ജാതീയപരമായ വിവേചനങ്ങളുടെ പീഡനങ്ങളും പ്രയാസങ്ങളും ഏറ്റ് സ്വന്തം മനുഷ്യനാണ് എന്ന് പറയുന്ന ഒരു പരിഗണന പോലും ഇല്ലാതെ ജീവിച്ചിരുന്ന കോടിക്കണക്കിന് മനുഷ്യരുടെ ഇടയിലേക്ക് ഇസ്ലാം കടന്നു വന്നു, മുസ്ലിങ്ങൾ കടന്നു വന്നു. ജീവിതത്തിൽ മനുഷ്യനായി ജീവിക്കുന്നതിന്റെ അന്തസ്സും അഭിമാനവും അവർ ഇസ്ലാമിലൂടെ തിരിച്ചറിഞ്ഞു. അവര് മതം മാറി. അങ്ങനെ ധാരാളക്കണക്കിന് ആളുകൾ മതപരിവർത്തനത്തിലൂടെ അവരനുഭവിച്ചു കൊണ്ടിരുന്ന ജാതീയമായ വിവേചനങ്ങളെ മറികടക്കുവാൻ ഇസ്ലാമിലേക്കുള്ള മതപരിവർത്തനത്തെ ഉപയോഗപ്പെടുത്തി. അങ്ങനെയാണ് ഇവിടെ ധാരാളക്കണക്കിന് മുസ്ലിങ്ങൾ ഉണ്ടായത്. അത് സംഘപരിവാർ ഇന്നും ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം അതാണ്. കാരണം ഒരു വശത്ത് ഹിന്ദുത്വ രാഷ്ട്രീയം ശക്തിപ്പെടുമ്പോ മുസ്ലിം വിരുദ്ധത മാത്രമല്ല ശക്തിപ്പെടുക, ഇവിടുത്തെ താഴ്ന്നവരാക്കപ്പെടുന്ന, അവര് താഴ്ന്നവരെ എന്ന് പറയുന്ന ദലിതരായ പിന്നോക്കക്കാരായ ആളുകളുടെ അവസ്ഥ കൂടിയാണ് കൂടുതൽ കൂടുതൽ ദയനീയമായി കൊണ്ടിരിക്കുക. അതിന്റെ കാഴ്ച കൂടി നമുക്ക് കണ്ടുകൊണ്ടിരിക്കും. അങ്ങനെ ഇത് വർദ്ധിച്ചു കൊണ്ടിരിക്കുമ്പോ എന്താ സംഭവിക്കാം? ഈ പീഡനങ്ങളിൽ നിന്ന് രക്ഷ നേടുവാൻ ഒരു വഴിയായിട്ട് അവർ ഇസ്ലാമിലേക്കുള്ള മതപരിവർത്തനത്തിനെ സ്വീകരിക്കാൻ സാധ്യതയുണ്ട്. തമിഴ്നാട്ടിലെ മീനാക്ഷിപുരം നമ്മളുടെ മുന്നിലുള്ള മാതൃകയാണ്. ഒരു ഗ്രാമം മുഴുവൻ ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഒരു ചരിത്രം മീനാക്ഷിപുരത്തിനുണ്ട്. ഇതേ സംഭവം കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് തമിഴ്നാട്ടിൽ വീണ്ടും അത് ആവർത്തിക്കുകയുണ്ടായി. ഒരു ജാതി മതില് പൊളിഞ്ഞു ചാടുകയും അതിന്റെ പേരിൽ പ്രതിഷേധ സൂചകമായി നൂറുകണക്കിന് ദലിതരായ ആളുകൾ ഞങ്ങൾ ഇസ്ലാമിലേക്ക് മതം മാറുകയാണ് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. കാലങ്ങളായി അവരനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വിവേചനത്തിന്റെ മറുപടി മതപരിവർത്തനത്തിലൂടെ അവർ ഭരണകൂടത്തിന് കൊടുക്കാൻ തീരുമാനിച്ച ഒരു സന്ദർഭത്തില് ഇവിടെ ഭരണകൂടം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? മതപരിവർത്തന നിരോധന ബില്ല് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. മതപരിവർത്തന നിരോധന ബിൽ എന്താണ് സംഘപരിവാർ ഇത്രയേറെ ഭയപ്പെടുന്നത്? അതാണ്. അതായത് സംഘപരിവാറാണ് ശരിക്കും ഭയപ്പെടുന്നത്. കാരണം ഈ ജനങ്ങള് ഇസ്ലാമിന്റെ മഹത്വം മനസ്സിലാക്കിയിട്ട്, ഇസ്ലാമിന്റെ ആശയത്തിന്റെ സൗന്ദര്യം മനസ്സിലാക്കിയിട്ട്, ഇസ്ലാമിന്റെ സാഹോദര്യ സന്ദേശത്തെ ഉൾക്കൊണ്ടുകൊണ്ട് തങ്ങളുടെ മതത്തെ ഉപേക്ഷിച്ചുകൊണ്ട് ഇസ്ലാമിലേക്ക് മതം മാറുമോ എന്ന ഭയം RSSന് എന്നുമുണ്ട്. അതുകൊണ്ടാണ് അവരിപ്പോ മതപരിവർത്തന നിരോധന നിയമം കൊണ്ടുവരുന്നത്. ഒരു മതത്തിൽ നിന്ന് മറ്റൊരു മതത്തിലേക്ക് മാറുന്നത് ക്രിമിനൽ കുറ്റമായി മാറാൻ പോവുകയാണ്. അങ്ങനെ മാറിയത് അത് സ്വമേധയാണ് എന്ന് അത് ഇവിടുത്തെ ഗവൺമെന്റ് ഓഫീസർക്ക് മുന്നിൽ തെളിയിക്കണം. ഞാൻ ഒരു ബാഹ്യ സമ്മർദ്ദവും കൂടാതെയാണ് മാറിയിട്ടുള്ളത്. അത് ഇയാൾ പറഞ്ഞാൽ മാത്രം പോരാ, ആ ഓഫീസർക്ക് അത് വ്യക്തമാകണം, അത് ബോധ്യപ്പെടണം. ഇല്ലാത്ത പക്ഷം ആ ഓഫീസർക്ക് കേസെടുക്കാൻ കഴിയും. ഇയാൾ മതം മാറിയതിന് പിന്നിൽ ഇന്ന ആളാണ് എന്ന് പറഞ്ഞിട്ട് ഒരാൾക്കെതിരെ ക്രിമിനൽ കുറ്റം ചുമത്താൻ കഴിയും. പല സംസ്ഥാനങ്ങളിലും അത് നടപ്പായി കഴിഞ്ഞിട്ടുണ്ട്. UP അടക്കമുള്ള പല സംസ്ഥാനങ്ങളിലും ഒരുപാട് മുസ്ലിം നേതാക്കളും അതുപോലെ തന്നെ മതപണ്ഡിതന്മാരും ജയിലഴിക്കുള്ളിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം പല ആളുകളും മതം മാറിയത് ഇവർ പേടിപ്പിച്ചിട്ടാണ്, ഇവർ ഭീഷണിപ്പെടുത്തിയിട്ടാണ് എന്നൊക്കെയുള്ള ക്രിമിനൽ കുറ്റങ്ങൾ ചുമത്തിയിട്ട് ജയിലടച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, സംഘപരിവാറിന്റെ ഇസ്ലാമിക വിദ്വേഷത്തിന്റെ പിറകിലുള്ള ഒരു ആശയപരമായ ഒരു കാര്യം കൂടി ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന മാനവികതയുടെ സന്ദേശമാണ്. ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന സാഹോദര്യത്തിന്റെ സന്ദേശമാണ്. അപ്പോ അതാണ് അതിന് ശത്രുക്കൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇടതുപക്ഷത്തിന് ഇസ്ലാമിനോട് ഇത്ര പ്രശ്നം? ഇടതുപക്ഷത്തിന് ഇസ്ലാമിനോടുള്ള പ്രശ്നത്തിന്റെ അടിത്തറയും കിടക്കുന്നത് ഈ പറയുന്ന രാഷ്ട്രീയപരമായ വിഷയത്തിലല്ല. രാഷ്ട്രീയ വിഷയം നമുക്കറിയാം. ഇടതുപക്ഷത്തിന് വോട്ട് കൊടുത്താൽ തീരുന്ന പ്രശ്നം അവർക്കുള്ളൂ.
ഒരു മുസ്ലിം സംഘടന ഇടതുപക്ഷത്തിന് പിന്തുണ പ്രഖ്യാപിച്ചാൽ അന്ന് മുതൽ അവരുടെ തീവ്രവാദി പട്ടികയിൽ നിന്ന് അവർ പുറത്തു പോകും. അത് നമുക്കറിയാവുന്ന കാര്യമാണ്. എന്നാൽ അവർക്ക് വോട്ട് കൊടുക്കാത്ത പക്ഷം അവര് തീവ്രവാദികളാകും. പക്ഷേ ആശയപരമായി ഇടതുപക്ഷത്തിന് ഇസ്ലാമിനോട് ഒരു പ്രശ്നമുണ്ട്. ആ പ്രശ്നം നേരത്തെ ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി. കമ്മ്യൂണിസത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത് അത് വൈരുദ്ധ്യാത്മക ഭൗതികവാദത്തിൽ അധിഷ്ഠിതമാണ്. അതായത് ഭൗതികമായ ഈ ലോകത്ത് ഭൗതികമായ അടിത്തറകളിൽ നിന്നുകൊണ്ട് മാത്രമേ സാമൂഹിക മാറ്റങ്ങൾ അവർക്ക് നോക്കിക്കാണാൻ കഴിയുകയുള്ളൂ. അവർ പറയുന്ന ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് മനുഷ്യരുടെ സാമൂഹികമായ മാറ്റങ്ങൾ സംഭവിക്കുന്നതിൽ, മനുഷ്യ സമൂഹത്തിന്റെ വിമോചനം സാധ്യമാക്കുന്നതിൽ ഭൗതികമായ കാരണങ്ങൾ മാത്രമേ പങ്കുവഹിക്കുന്നുള്ളൂ. ആത്മീയമായ കാരണങ്ങൾ, വിശ്വാസപരമായ കാര്യങ്ങൾ അതൊക്കെ മിഥ്യ മാത്രമാണ്. ആത്മീയതക്കോ വിശ്വാസത്തിനോ മനുഷ്യ സമൂഹത്തിൽ യാതൊരു പരിവർത്തനവും ഉണ്ടാക്കാൻ കഴിയില്ല എന്നതാണ് അവരുടെ അടിസ്ഥാനപരമായ ബോധ്യം. എന്നാൽ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? ജമാഅത്തെ ഇസ്ലാമി അടക്കം സോളിഡാരിറ്റി അടക്കമുള്ള പ്രസ്ഥാനങ്ങൾ ഈ സമൂഹത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടപെടലുകളിലൂടെ മനുഷ്യ സമൂഹത്തിൽ പല രൂപത്തിലുള്ള മാറ്റങ്ങൾ പ്രകടമാണ്. പലതരത്തിലുള്ള പരിവർത്തനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. സാമൂഹികമായ മുന്നേറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അത് തകർത്ത് കളയുന്നത് ഈ കമ്മ്യൂണിസത്തിന്റെ ഈ അടിത്തറയെ കൂടിയാണ്. അതുകൊണ്ട് അവരുടെ വിശ്വാസങ്ങൾ തകർന്നു പോകുന്ന സന്ദർഭത്തിൽ അതുകൊണ്ടാണ് സാമൂഹിക ഇടപെടലുകൾ നടത്തുന്ന മുസ്ലിങ്ങൾക്കെതിരെയും ഇസ്ലാമിക സംഘടനകൾക്കെതിരെയും തീവ്രവാദ ഭീകരവാദ ചാപ്പ കുത്തിക്കൊണ്ട് അവരെ അപകടവൽക്കരിക്കാനുള്ള കാരണം അത് കേവലം രാഷ്ട്രീയപരമായ താല്പര്യങ്ങൾ മാത്രമല്ല, മറിച്ച് ഈ ആശയപരമായ ഒരു പ്രശ്നം കൂടിയുണ്ട്. കാരണം വിശ്വാസത്തിന്റെയും മതത്തിന്റെയും ആത്മീയതയുടെയും അടിസ്ഥാനത്തിലുള്ള ഒരു സാമൂഹിക മാറ്റം സമൂഹത്തിൽ സാധ്യമായാൽ അത് തകർത്ത് കളയുന്നത് കമ്മ്യൂണിസത്തിന്റെ സാമൂഹിക കാഴ്ചപ്പാടിനെ കൂടിയാണ്. അതുകൊണ്ടാണ് അവര് ഏറ്റവും കൂടുതൽ ഭീതിയോടെയും ഭയത്തോടെയും അവര് ജമാഅത്തെ ഇസ്ലാമിയെയും സോളിഡാരിറ്റിയെയും ടാർഗറ്റ് ചെയ്യാനുള്ള കാരണം ഇസ്ലാമിന്റെ ആശയ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് ഒരു സാമൂഹിക മാറ്റത്തെയും വിമോചനത്തെയും കുറിച്ച് ജമാഅത്തെ ഇസ്ലാമിയും സോളിഡാരിറ്റിയും സംസാരിക്കുന്നു എന്നതാണ് അവരുടെ അടിസ്ഥാനപരമായ പ്രശ്നം എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ്? അപ്പോ അവരുടെയും പ്രശ്നം ഈ ആശയ പ്രശ്നമാണ്. ഇസ്ലാം സാമൂഹിക ജീവിതത്തിൽ ഇടപെടുന്നു എന്നുള്ളതാണ്. ഇസ്ലാം ഭൗതികമായ ലോകത്ത് മനുഷ്യരുടെ വിമോചനത്തെ കുറിച്ച് സംസാരിക്കുന്നു എന്നുള്ളതാണ്. പള്ളിയും ആത്മീയതയും അത്തരം മതചടങ്ങുകളും മാത്രമായിട്ട് കഴിഞ്ഞുകൂടിയാൽ അവർക്ക് യാതൊരു വിരോധവുമില്ല. മറിച്ച് സാമൂഹിക മാറ്റത്തെ കുറിച്ച്, മനുഷ്യരുടെ വിമോചനത്തെ കുറിച്ച്, നീതിയെ കുറിച്ച്, മനുഷ്യരുടെ പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിനെ കുറിച്ച് വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ സംസാരിച്ചാൽ അത് അവരുടെ അടിത്തറകളെ തകർത്ത് കളയും എന്ന ഭയം അവർക്കുണ്ട്. അവിടെയും പ്രശ്നമാകുന്നത് ഇസ്ലാമിന്റെ സാമൂഹിക കാഴ്ചപ്പാടാണ്. എന്താണ് ഇവിടുത്തെ തീവ്ര നിലപാടുകൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന കാസ പോലെയുള്ള ക്രിസ്തീയ സംഘടനകൾക്ക് ഇസ്ലാമിനോടുള്ള പ്രശ്നം? അവർക്ക് ഇസ്ലാമും മുസ്ലിങ്ങളും ഇവിടെ പല രൂപത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് അവർക്ക് സഹിക്കാൻ കഴിയില്ല. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളില്, അതുപോലെ തന്നെ ഗവൺമെന്റ് ഉദ്യോഗങ്ങളില്, ഇവിടുത്തെ ബിസിനസ് മേഖലകളില്, അതുപോലെ തന്നെ സാമ്പത്തികമായ വളർച്ചയില്, ആ അർത്ഥത്തിലുമൊക്കെ മുസ്ലിം സമൂഹം പുരോഗതി നേടുന്നത് അവർക്കൊരിക്കലും സഹിക്കാൻ കഴിയുന്നില്ല. ഒരു കാലത്ത് ഈ മുസ്ലിങ്ങളെ കുറിച്ചുള്ള വിമർശനം എന്തായിരുന്നു? അവർക്ക് വിദ്യാഭ്യാസം ഇല്ലാത്തവരാണ്, അവർ സ്കൂളിൽ പോകാത്തവരാണ് എന്നതായിരുന്നു ഇസ്ലാമിനെ കുറിച്ചുള്ള വിമർശനം. പക്ഷെ ഇന്നെന്താ വിമർശനം? എല്ലാ ക്യാമ്പസിലും തട്ടമിട്ട കുട്ടികളാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മുഴുവൻ അവർ കൈയടക്കിയിരിക്കുന്നു. അപ്പോ ഇങ്ങനെയാണ് അവരുടെ വിമർശനത്തിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. അതാണ് നേരത്തെ നമ്മൾ പറഞ്ഞു, ചില ആളുകൾ വിചാരിക്കുകയാണ് നമ്മൾ നന്നായാൽ തീരുന്നതാണ് ഇവരുടെ ഇസ്ലാം വിമർശനം എന്ന് പറയുന്നത്. അങ്ങനെയല്ല. നമ്മൾ നന്നാവാത്തതിന്റെ ഒരു പ്രശ്നമോ നമ്മളുടെ ഒരു സ്വഭാവ ദൂഷ്യത്തിന്റെ കാരണമോ അല്ല, മറിച്ച് ഇസ്ലാമോ ഫോബിയയുടെ റൂട്ട്, അതിന്റെ അടിസ്ഥാനം കിടക്കുന്നത് ഇസ്ലാമിന്റെ ആശയങ്ങളോടുള്ള അതിന്റെ എതിർപ്പുകളാണ്, അതിനോടുള്ള വിരോധമാൻ കൂടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അവിടെയാണ് വിഷയം. നമുക്ക് ഇസ്ലാമിക ആശയത്തെ മാറ്റിവെക്കാൻ കഴിയില്ലല്ലോ, ഇസ്ലാമിന്റെ അടിസ്ഥാനങ്ങളെ മാറ്റിവെക്കാൻ കഴിയില്ലല്ലോ. അവിടെയാണ് നമ്മൾ ഈ പറയുന്ന ഇസ്ലാമോ ഫോബിക്കായിട്ടുള്ള പ്രചരണങ്ങളുടെ നടുവില് നമ്മൾ എഴുന്നേറ്റ് നിൽക്കുന്നത്. നമ്മൾ വീണ്ടും വീണ്ടും ഇസ്ലാമിനെ കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിന്റെ ഏതൊരു ആശയമാണോ, ഏതൊരു അടിത്തറയാണോ അതിന്റെ ശത്രുക്കളെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്, അതിന് വിരോധങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്, അതിന് വിമർശനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്, ആ ആശയത്തെ വളരെ അഭിമാനത്തോടുകൂടി ഈ സമൂഹത്തിന് മുന്നിൽ പ്രതിനിധീകരിക്കാനാണ് സോളിഡാരിറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ആത്മവിശ്വാസമുള്ള ഒരു ജനതയെ സൃഷ്ടിച്ചെടുക്കുക എന്ന് സോളിഡാരിറ്റി മുന്നോട്ട് വെക്കുന്നത്. ഇവിടെ നമുക്കറിയാം, ഈ പറയുന്ന മുസ്ലിം വിരോധവും ഇസ്ലാമോ ഫോബിയും ഒക്കെ മുസ്ലിം സമൂഹത്തിനിടയിൽ സൃഷ്ടിക്കുന്ന കുറെ പ്രശ്നങ്ങളുണ്ട്. പല ആളുകളും ഭയത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്, പല അർത്ഥത്തിൽ പേടിച്ചുകൊണ്ടിരിക്കുകയാണ്, വലിയ അരക്ഷിതാവസ്ഥയിലേക്ക് വീണുകൊണ്ടിരിക്കുകയാണ്.
പല രൂപത്തിലുള്ള ടെൻഷനുകള്, അസ്വസ്ഥതകൾ, ഉത്കണ്ഠകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ചിലരൊക്കെയും പല രൂപത്തിലുള്ള കോംപ്ലക്സിലേക്ക്, പല രൂപത്തിലുള്ള നിരാശാബോധത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ പ്രതീക്ഷകള്, അങ്ങനെ നിരാശയിലേക്ക് വീണുകൊണ്ടിരിക്കുന്ന ഒരു സമുദായം, അതിനു മുന്നിൽ സോളിഡാരിറ്റി എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഇസ്ലാമിക ആശയത്തെ വളരെ അഭിമാനത്തോടുകൂടി ഈ സമൂഹത്തിന് മുന്നിൽ ഉയർത്തിപ്പിടിക്കാൻ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. കാരണം നമ്മുടെ കയ്യില് ഉള്ള ഒരു ആശയമുണ്ട്. ആ ആശയം എന്ന് പറയുന്നത് ഇവിടുത്തെ എല്ലാ ഭൗതിക ദർശനത്തെക്കാൾ മുന്നിൽ നിൽക്കുന്ന ഒരു ആശയമാണ്. നമ്മളുടെ മുന്നിൽ ഒരു ഖുർആൻ ഉണ്ട്. ആ ഖുർആനിന്റെ ആളുകളായ നമ്മൾ എന്തിനാണ് നിരാശയിലേക്ക് പോകുന്നത്? നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ, നിങ്ങളുടെ ആശയങ്ങളും അടിസ്ഥാനങ്ങളും മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടേണ്ടതില്ല എന്ന് പഠിപ്പിക്കുന്ന ഒരു ഖുർആനിന്റെ ആളുകളെ എങ്ങനെയാണ് ഭയപ്പെട്ടു പോകുക? നിങ്ങൾക്ക് ചുറ്റും ഇതാ ശത്രുക്കൾ സംഘടിച്ചിരിക്കുന്നു, എല്ലാ ജനങ്ങളും ഇതാ നിങ്ങൾക്കെതിരായി നിന്നിരിക്കുന്നു എന്ന് പറയുന്ന സന്ദർഭത്തില് ഞങ്ങൾക്ക് ഞങ്ങളുടെ നാഥൻ മതി, അവനിൽ ഞങ്ങൾ തവക്കുൽ ചെയ്യുന്നു എന്ന് പഠിപ്പിച്ച, എന്നൊരു വിശ്വാസി സമൂഹത്തെ കുറിച്ച് പരിചയപ്പെടുത്തിയ ഖുർആനിന്റെ അഹ്ലുകാർക്ക് എങ്ങനെയാണ് ഇങ്ങനെയുള്ള ഒരു ഹിന്ദുത്വ ഫാഷിസത്തിന്റെ മുന്നിൽ ഭയത്തോടുകൂടി നിൽക്കാൻ കഴിയുക? എല്ലാ അർത്ഥത്തിലും പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു പോയേക്കാവുന്ന ചില സാഹചര്യങ്ങൾ മുന്നിൽ വന്ന് നിൽക്കുമ്പോഴും സൻആ മുതൽ ഹദറമൗത്ത് വരെ ഒരാൾക്ക് നിർഭയമായി സഞ്ചരിക്കാൻ കഴിയാവുന്ന ഒരു കാലം വരും എന്ന് പ്രതീക്ഷയോടുകൂടി സംസാരിച്ച ഒരു റസൂലുണ്ട്. ആ റസൂലിന്റെ അനുയായികൾക്ക് എങ്ങനെയാണ് നിരാശ ബാധിക്കുക? സ്വന്തം നാട് വിട്ടുകൊണ്ട് ഹിജറ പോകുന്ന സമയത്ത് ശത്രുവിന്റെ കൈപിടിച്ചുകൊണ്ട് ഇസ്രയും കൈസറവും തകർന്നു പോകുന്ന, അവരുടെ എല്ലാ അധികാരങ്ങളും നഷ്ടപ്പെട്ടു പോകുന്ന, ഇസ്ലാമിന് എല്ലാ അർത്ഥത്തിലുമുള്ള സ്വാധീനം കിട്ടുന്ന ഒരു നാളിനെ കുറിച്ച് പ്രതീക്ഷാപൂർവം പങ്കുവെക്കാൻ കഴിയുന്ന ഒരു റസൂലിന്റെ അനുയായികൾക്ക് എങ്ങനെയാണ് ഇത്തരം ഒരു സാഹചര്യത്തിൽ നിരാശയിലേക്ക് വീണുപോകാൻ കഴിയുക? അതുകൊണ്ട് നിരാശയല്ല വേണ്ടത്, മറിച്ച് അഭിമാനത്തോടുകൂടി ആശയത്തെ ഉയർത്തിപ്പിടിക്കാൻ കഴിയണം. നമുക്കൊരു നാഥനുണ്ട്, ഈ ലോകത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന, ഇതിനെ മുഴുവൻ സൃഷ്ടിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ ശക്തിയുമുള്ള ഒരു നാഥൻ, ഈ കടലിനെ, സമുദ്രത്തെ രണ്ടായി പിളർത്തിയ ഒരു നാഥൻ, കത്തിയാളുന്ന തീയിനെ തണുപ്പാക്കിയ ഒരു നാഥൻ. ആ നാഥന്റെ കരുത്തിലും ശക്തിയിലും വിശ്വസിക്കുന്ന ഒരാൾക്ക് ആത്മാഭിമാനത്തോടുകൂടി ഇവിടെ എഴുന്നേറ്റ് നിൽക്കാൻ കഴിയും. നമുക്കൊരാശയമുണ്ട്. ഇസ്ലാം എന്ന് പറയുന്ന ഒരു ദർശനം സകലമാന മനുഷ്യരുടെ അടിമത്തങ്ങളിൽ നിന്നും മനുഷ്യനെ വിമോചിപ്പിക്കുന്ന ഒരു ആശയം, ലോകത്തിന് മുഴുവൻ വിമോചനത്തിന്റെയും നീതിയുടെയും സന്ദേശങ്ങൾ പകർന്നു കൊടുത്ത ഒരു ദൈവികമായ ഒരു ആശയം നമ്മളുടെ കയ്യിലുണ്ട്. അഭിമാനത്തോടുകൂടി അത് ഉയർത്തിപ്പിടിക്കാൻ നമുക്ക് കഴിയണം. നമുക്കൊരു നേതാവുണ്ട്, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരുണ്യമായിരുന്നു അവിടെ നിറഞ്ഞു നിന്നിരുന്നത്, നീതിയായിരുന്നു അവിടെ തെളിഞ്ഞു നിന്നത്, വിനയമായിരുന്നു അവിടെ നിറഞ്ഞു കണ്ടത്, പ്രതീക്ഷയായിരുന്നു ലോകത്തോട് അദ്ദേഹം സംസാരിച്ചത്. ലോകത്തിന് മുഴുവൻ മാതൃകയായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്ന ഒരു നേതാവുള്ള ഒരു സമൂഹം എങ്ങനെയാണ് പ്രതീക്ഷയേറ്റു പോകുന്നത്? നമ്മളുടെ കയ്യിൽ ഒരു ഗ്രന്ഥമുണ്ട്, ദിവ്യദർശനമുള്ള വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത്. മനുഷ്യ ബുദ്ധിയുടെ പരിമിതികളെ, മനുഷ്യന്റെ യുക്തിയുടെ പോരായ്മകളെ മുഴുവൻ മറികടക്കുന്ന ദൈവികമായ സ്രോതസ്സിന്റെ, അറിവിന്റെ ആധികാരികമായ ഉറവിടമായ ഖുർആൻ നമ്മളുടെ കയ്യിൽ ഉണ്ടാകുമ്പോ അഭിമാനത്തോടുകൂടി എങ്ങനെ നമുക്ക്, അഭിമാനത്തോടുകൂടി അല്ലാതെ എങ്ങനെ നമുക്ക് ഇവിടെ എഴുന്നേറ്റ് നിൽക്കാൻ കഴിയും? നമുക്കൊരു പാരമ്പര്യമുണ്ട്. അത് വെട്ടിപ്പിടുത്തങ്ങളുടെ, അധിനിവേശങ്ങളുടെ, സ്ത്രീകളുടെയും കുട്ടികളുടെയും കരച്ചിലിന്റെ, തോരാത്ത കണ്ണീരിന്റെ ഒരു ചരിത്രമല്ല, മറിച്ച് ലോകത്തിന് പരിചിതമല്ലാത്ത രൂപത്തില് വളരെ അസാമാന്യമായ, ലോകത്തിന് നൂറ്റാണ്ടുകൾ നീണ്ടുനിന്ന ഒരു സംസ്കാരത്തെയും ഒരു നാഗരികതയെയും സമ്മാനിച്ച മഹത്തായ ഒരു ദർശനത്തിന്റെ പാരമ്പര്യം നമുക്കുണ്ട്. ആ ദർശനത്തിന്റെ തണലിലെ ചോർന്നൊലിക്കാത്ത വീടുകളുടെ ചരിത്രം അത് പറഞ്ഞു തരും. വിശന്നൊട്ടാത്ത വയറുകളുടെ ചരിത്രം അത് പറഞ്ഞു തരും. അങ്ങനെയുള്ള മഹത്തായ ഒരു പാരമ്പര്യത്തിന്റെ വക്താക്കൾ എന്തിനാണ് ഈ രാജ്യത്ത് നിസ്സഹായതയോടെ ജീവിക്കുന്നത്? ഈ രാജ്യത്ത് തന്നെ നമുക്ക് മഹത്തായ ഒരു പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യത്തെ വളച്ചൊടിക്കാനും, അതിനെ മായ്ച്ചു കളയാനും, അതിനെ ഇല്ലാതാക്കാനും, അതിനെ വക്രീകരിക്കാനും, അതിനെ പൈശാചികവൽക്കരിക്കാനുമുള്ള കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു സമൂഹത്തിന്റെ അതിജീവനത്തിന്റെ, ഒരു സമൂഹത്തിന്റെ അതിജയത്തിന്റെ, അവരുടെ മുന്നോട്ട് പോക്കിന്റെ ഏറ്റവും വലിയ ഊർജ്ജ സ്രോതസ് എന്ന് പറയുന്നത് അതിന്റെ പാരമ്പര്യം കൂടിയാണ്. നമ്മളുടെ പാരമ്പര്യത്തെ മുഴുവൻ നശിപ്പിക്കാൻ അവർ പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോ ആ പാരമ്പര്യത്തെ മുറുകെ പിടിക്കുകയും അതിനെക്കുറിച്ച് നിരന്തരമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത്
ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്തായിരുന്നു ഇസ്ലാം വരുന്നതിന് മുമ്പ് ഈ രാജ്യത്തിന്റെ അവസ്ഥ എന്ന് പറയുന്നത്? ഇസ്ലാം വരുന്നതിന് മുമ്പ് ഒരു അടഞ്ഞ സമൂഹമായിരുന്നല്ലോ ഈ സമൂഹം. കടല് കടക്കുന്നത് പോലും പാപമാണെന്ന് വിചാരിച്ചിരുന്ന, പുറത്തു നിന്ന് ഒന്നിനെയും സ്വീകരിക്കാത്ത അങ്ങനെയുള്ള ഒരു രാജ്യത്തിന് ലോകത്തിന്റെ എല്ലാ നന്മകളും കൊണ്ടുവന്നു കൊടുത്തത് മുസ്ലിങ്ങളായിരുന്നു. അറിവ് എന്ന് പറയുന്നത് സവർണന്റെ മാത്രം കുത്തകയായിരുന്ന ഒരു കാലത്ത് പാവപ്പെട്ടവൻ അല്ലെങ്കിൽ അവര് കീഴാളരെന്ന് പറയുന്ന ആളുകൾ അറിവ് കേട്ടാൽ അവന്റെ ചെവിയിൽ ഈയം ഒരുക്കി ഒഴിക്കണം എന്ന് വിധി തീർപ്പുള്ള ഒരു നാട്ടിലെ അറിവിന്റെ ജനാധിപത്യവൽക്കരണം സാധ്യമാക്കിയത് ഇസ്ലാമാണ്. സ്ത്രീകൾ എന്ന് പറയുന്നത് അവർക്ക് യാതൊരു തരത്തിലുള്ള അവകാശവും ഇല്ലാതിരുന്ന ഒരു കാലത്ത്, ഭർത്താക്കന്മാർ മരിച്ചാൽ ജീവിച്ചിരിക്കാൻ പോലും അർഹതയില്ലാത്ത സതി എന്ന് പറയുന്ന സമ്പ്രദായം നിലനിന്ന ഒരു രാജ്യത്ത് സ്ത്രീകളുടെ അഭിമാനത്തെയും അന്തസ്സിനെയും സംരക്ഷിച്ച, അവർക്ക് സ്വന്തമായ വ്യക്തിത്വമുണ്ട് എന്ന് കാണിച്ചു കൊടുത്ത ഒരു ദർശനം ഇന്ത്യയിലെ ഇസ്ലാം എന്ന് പറയുന്ന ദർശനമാണ്. അങ്ങനെ മനുഷ്യരെ വംജാതിയുടെ അടിസ്ഥാനത്തിൽ വേർതിരിച്ചുകൊണ്ട് അവരെ അടിച്ചമർത്തിയിരുന്ന ഒരു രാജ്യത്ത് സാഹോദര്യത്തിന്റെ പാഠങ്ങളിലൂടെ മനുഷ്യന്റെ അന്തസ്സിനെയും അഭിമാനത്തെയും ഈ ലോകത്തിനും രാജ്യത്തിനും പരിചയപ്പെടുത്തിയത് മുസ്ലിങ്ങളായിരുന്നു. സാമ്പത്തികമായിട്ട് അന്ന് ലോകത്തോട് കിടപിടിക്കുന്ന രൂപത്തിലുള്ള മുർഷിദാബാദിനെ പോലെയുള്ള വ്യാവസായികമായ നഗരങ്ങള് ഈ രാജ്യത്തിന് സമ്മാനിച്ച ഒരു മഹത്തായ പാരമ്പര്യമായിരുന്നു മുസ്ലിങ്ങൾക്ക് ഈ രാജ്യത്തുണ്ടായിരുന്നത്. ആ പാരമ്പര്യത്തെ മുഴുവൻ ഇല്ലാതാക്കാനാണ് ഇവർ ശ്രമിക്കുന്നത്. അതിനെ നമുക്ക് അനുവദിച്ചു കൊടുക്കാൻ പാടില്ല. മറിച്ച് നിരന്തരമായി നമ്മൾ കടന്നു വന്ന വഴികളെ കുറിച്ച് സംസാരിച്ചുകൊണ്ട്, ഈ രാജ്യത്തെ നിർമ്മിക്കുന്നതിൽ നമ്മൾ വഹിച്ച പങ്കിനെ കുറിച്ച് നിരന്തരമായി സംസാരിച്ചുകൊണ്ട് അഭിമാനത്തോടുകൂടി ഈ രാജ്യത്ത് നിലനിൽക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. സോളിഡാരിറ്റി നിരന്തരം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അത്തരം കാര്യത്തെ കുറിച്ച് കൂടിയാണ്. നമുക്കറിയാം, നമ്മള് മുന്നോട്ട് പോയി കൊണ്ടിരിക്കുന്ന കാലത്തിന്റെയും സമൂഹത്തിന്റെയും അവസ്ഥകള് നമുക്കെല്ലാം അറിയാവുന്നതാണ്. നമ്മളുടെ നാട് കേരളം എന്ന് പറയുന്നത് പൊതുവെ പലപ്പോഴും പറയാറുള്ളത് ഉത്തരേന്ത്യയിൽ നിന്നൊക്കെ രാജ്യത്തിന്റെ മറ്റു സാമൂഹിക രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ നിന്നൊക്കെ ഭിന്നമായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സംസ്ഥാനം എന്ന രൂപത്തില് നമ്മൾ പലപ്പോഴും കേരളത്തെ കുറിച്ച് പറയാറുണ്ട്. പക്ഷേ കേരളവും മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് മാറുന്നതിന്റെ പലതരത്തിലുള്ള അടയാളങ്ങള് നമ്മൾ പല രൂപത്തിലും കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. ഈ ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് നമുക്ക് ചില പ്രതീക്ഷകൾ നൽകുന്നുണ്ട്. കാരണം അത്തരം ശ്രമങ്ങൾക്കേറ്റ വലിയൊരു തിരിച്ചടി കൂടിയായിരുന്നു. കാരണം ഇവിടെ ധ്രുവീകരണം ഉണ്ടാക്കാനാണ് കഴിഞ്ഞ ഭരണകൂടം ഇവിടെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ 10 വർഷം ഭരിച്ച ഇടതുപക്ഷ ഭരണകൂടം ഏറ്റവും ഒടുവിലെ അവര് നേരിട്ട തെരഞ്ഞെടുപ്പുകളുടെ എല്ലാം കാലത്ത് അവർ പ്രയോഗിച്ച ആയുധം എന്ന് പറയുന്നത് വളരെ മാരകമായ ചില ആയുധങ്ങളായിരുന്നു. അത് താൽക്കാലികമായ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ സമൂഹത്തെ ഒറ്റിക്കൊടുക്കുവാന്, ഈ സമൂഹത്തിന്റെ ഇവിടുത്തെ ഒരു സോഷ്യൽ ഫാബ്രിക്കിനെ തകർത്ത് കളയാൻ വേണ്ടിയിട്ടുള്ള ധ്രുവീകരണത്തിന്റെ അജണ്ടകളാണ് ഇടതുപക്ഷം ഇവിടെ പയറ്റിക്കൊണ്ടിരുന്നത്. മുസ്ലിം വിരുദ്ധ അജണ്ടകൾ ഏറ്റെടുക്കുന്ന ആളുകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരെ പ്രശംസ കൊണ്ട് മൂടിയിട്ട് അവർക്ക് പട്ടും വളയും നൽകി സൽക്കരിച്ചിട്ട് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വാഹനത്തിൽ വരെ അവരെ സ്വീകരിച്ച് ആനയിച്ചു കൊണ്ടുപോയി അങ്ങനെയുള്ള നിലപാടുകൾ സ്വീകരിച്ചിരുന്ന ആളുകൾക്ക് ജനം നൽകിയ വലിയൊരു തിരിച്ചടി കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞത്. തീർച്ചയായിട്ടും അതൊരു പ്രതീക്ഷ കൂടിയാണ്. പക്ഷേ ആ പ്രതീക്ഷ ഇവിടെ കാത്തു സൂക്ഷിക്കാൻ കഴിയുമോ എന്ന് പറയുന്ന ഒരു പ്രശ്നം കൂടിയുണ്ട്. കാരണം വംശീയതക്ക് അങ്ങനെ ഒരു വിഷയമുണ്ട്. അത് പതിയെ പതിയെ സമൂഹത്തിൽ ഇങ്ങനെ സ്ഥാനം നേടിക്കഴിയുമ്പോൾ അതിന്റെ വളർച്ച വളരെ പെട്ടെന്നായിരിക്കും. എത്ര പെട്ടെന്ന് കാര്യങ്ങൾ മാറുക. ബംഗാൾ നമ്മളുടെ മുന്നിലുള്ള ഉദാഹരണമാണല്ലോ. കാരണം ഈ ഹിന്ദുത്വയുടെ അത്തരമുള്ള സോഫ്റ്റ് ആയ രീതിയിൽ ഒരു മൃദു ഹിന്ദുത്വ സമീപനത്തിലൂടെ വോട്ട് ബാങ്കിലേക്ക് ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോയ ഇടതുപക്ഷത്തിന് സംഭവിച്ചത് എന്തായിരുന്നു ബംഗാളിൽ എന്ന് പറയുന്നത്? ആദ്യഘട്ടത്തിൽ മൃദു ഹിന്ദുത്വ സമീപനങ്ങള് അവര് ജനങ്ങൾക്ക് ചില വോട്ട് ബാങ്ക് സ്വാധീനങ്ങളൊക്കെ ഉണ്ടാക്കി തുടങ്ങും. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. വീര്യം കുറഞ്ഞ സാധനം ഇങ്ങനെ കുറച്ചു കാലം ഉപയോഗിച്ച് കഴിയുമ്പോ ആളുകൾക്ക് ആ വീര്യം കുറഞ്ഞത് പോരായ്മ വരും. വീര്യം കൂടിയതിലേക്ക് അവർ ആഗ്രഹിക്കും. അങ്ങനെ വീര്യം കൂടിയ വംശീയത നേരിട്ട് കിട്ടുന്ന ഇടത്തിലേക്ക് അവസാനം അവർ ചെന്നെത്തുകയാണ്. അങ്ങനെയാണ് ബംഗാളിലെ പാർട്ടി ഓഫീസിന്റെ ചുവന്ന കളർ കാവിയായിട്ട് മാറിയത്. അവിടെ ചുവന്ന കൊടി കാവിയായിട്ട് മാറിയത്. അവരുടെ പ്രവർത്തകരടക്കം BJPയുടെ പ്രവർത്തകരായി മാറിയത്. ഇന്ന് അവിടെ ഒന്നുമല്ലാതിരുന്ന BJP ബംഗാളിന്റെ അധികാരം പിടിച്ചത് എങ്ങനെയെന്ന് ആ ബംഗാളിന്റെ അവിടുത്തെ ഇടതുപക്ഷം ഭരിച്ചിരുന്നതിന്റെ നാൾ വഴികൾ കൂടി അന്വേഷിച്ചാൽ കാണാൻ കഴിയും. കേരളത്തിന്റെ പോക്കും അതുപോലെ തന്നെയാണ്. കാരണം ഇവിടെ താൽക്കാലികമായ ചില താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മൃദു ഹിന്ദുത്വം ഇടതുപക്ഷം അവര് പയറ്റി നോക്കിയിട്ടുണ്ട്. മുസ്ലിം വിരുദ്ധമായ സമീപനങ്ങളെ അതിനെ തിരുത്താതെ അത്തരം സമീപനങ്ങൾ സ്വീകരിക്കുന്ന ആളുകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരിവിടുത്തെ ഒരു ഭൂരിപക്ഷ സമൂഹത്തിന്റെ വോട്ട് ബാങ്ക് ലക്ഷ്യമാക്കിയിട്ട് ചില കളികൾ കളിച്ചു നോക്കാൻ അവർ തീരുമാനിച്ചു.
ആ കളികളുടെ അപകടം പതിയിരിക്കുന്നത് എവിടെയാണ്? നേരത്തെ പറഞ്ഞതുപോലെ ഈ വീര്യം കുറഞ്ഞ ഒരു ഹിന്ദുത്വ സമീപനം ഇങ്ങനെ സ്വീകരിച്ച് മുന്നോട്ട് പോകുമ്പോ കുറച്ചു കാലം കഴിയുമ്പോ വീര്യം പോരാ എന്ന് തോന്നി തുടങ്ങും. അങ്ങനെ വീര്യമുള്ള ഒരു വംശീയതയിലേക്ക് പതിയെ ആളുകൾ മാറി തുടങ്ങുകയാണ്. ആ മാറി തുടങ്ങുന്നതിന്റെ ലക്ഷണമാണ് കേരളത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പില് ഇതുവരെ ഇല്ലാത്ത വിധത്തില് 3 സീറ്റുകള് BJP നേടിക്കഴിഞ്ഞിട്ടുണ്ട്. ഭയപ്പെടുത്തേണ്ട ഒരു കാര്യം കൂടിയാണത്. കാരണം പല സംസ്ഥാനങ്ങളിലും സംഭവിച്ച ഒരു കാര്യമാണ്. ഒന്നുമില്ലായ്മയിൽ നിന്ന് പതിയെ തുടങ്ങിയിട്ട് വളരെ പെട്ടെന്ന് പടർന്നു കഴിയേ ഒരു സംസ്ഥാനത്തിന്റെ ഭരണം പോലും കൈക്കലാക്കുന്ന രൂപത്തില് അവർക്ക് വളരാൻ കഴിഞ്ഞതിന്റെ രസതന്ത്രം കിടക്കുന്നത് ഈ പറയുന്ന രാഷ്ട്രീയ നിലപാടുകളിലൂടെയാണ്. ഹിന്ദുത്വ ഫാഷിസത്തെ കൃത്യമായി പ്രതിരോധിക്കേണ്ട ആളുകളെ വോട്ട് ബാങ്കും രാഷ്ട്രീയ താല്പര്യങ്ങളും മുസ്ലിം വിരുദ്ധതയും കൊണ്ടുകൊണ്ട് ഇത്തരം നിലപാടുകൾ സ്വീകരിക്കുമ്പോ ആത്യന്തികമായി അതിന്റെ നേട്ടം കൊയ്യാൻ പോകുന്നത് സംഘപരിവാറും BJP-യുമായിരിക്കും. താൽക്കാലികമായി നമുക്ക് ആശ്വസിക്കാം, അത്തരം നിലപാടുകൾക്കേറ്റ തിരിച്ചടി കൂടിയാണ്. ഇടതുപക്ഷത്തിന് എന്തുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇത്ര വലിയ തിരിച്ചടി നേരിട്ടത് എന്നതിന് ഒരുപാട് കാരണങ്ങൾ ഉണ്ടാകും. ആ കാരണങ്ങളിൽ ഏറ്റവും പ്രധാനം ഇത്തരം കാര്യങ്ങൾ തന്നെയാണ്. പച്ചയായ മുസ്ലിം വിരുദ്ധതയും വംശീയതയും പ്രചരിപ്പിച്ച ആളുകളെ ചേർത്ത് പിടിക്കുന്ന, അവരോടൊപ്പം വേദി പങ്കിടുന്ന, അവരെ പ്രശംസിക്കുന്ന നിലപാടുകള് മുഖ്യമന്ത്രിയടക്കം സ്വീകരിച്ചതിന്റെ ചിത്രങ്ങൾ, അതിൻ്റെതായ വാർത്തകൾ നമ്മളുടെ മുന്നിൽ നിരന്തരമായി വന്നു കഴിഞ്ഞപ്പോ ഇടതുപക്ഷത്തിലുള്ള ആളുകൾ പോലും ഇടതുപക്ഷത്തെ തിരുത്തണമെന്ന് ആഗ്രഹിച്ചു പോയ ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്. അതുകൊണ്ടാണ് അവരുടെ ചെങ്കോട്ടകളിൽ പോലും അവർ പരാജയപ്പെട്ടതിന്റെ കാരണം അന്വേഷിക്കേണ്ടി വരുന്നത്. യഥാർത്ഥത്തിൽ നമ്മള് ഇവിടെ ഈ തെരഞ്ഞെടുപ്പാനന്തരം ചർച്ച ചെയ്യേണ്ടിയിരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യവും അത് തന്നെയായിരുന്നു. ഇത്രയേറെ വലിയ തിരിച്ചടികൾ നേരിട്ട, ധാരാളക്കണക്കിന് പ്രമുഖരായ മന്ത്രിമാരടക്കം പരാജയപ്പെട്ട, അവരുടെ പാർട്ടി കോട്ടകളിലടക്കം അവർക്ക് പരാജയം മണത്ത മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ പോലും അവർ ഭയത്തോടുകൂടി റിസൾട്ട് ദിനത്തിൽ നേരിട്ട അങ്ങനെയുള്ള ഒരു സന്ദർഭത്തെ യഥാർത്ഥത്തിൽ ഇവിടെ വിലയിരുത്തേണ്ടിയിരുന്നു. പക്ഷേ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ചർച്ചകൾ ഇങ്ങനെ നീണ്ടു പോയതിന്റെ പേരിൽ മാത്രം ഇടതുപക്ഷം ഈ ഒരു സന്ദർഭത്തിലെ അത്തരം വിലയിരുത്തലുകളിൽ നിന്നും വിചാരണയിൽ നിന്നും അവർ രക്ഷപ്പെട്ടു പോകുന്നു എന്ന് പറയുന്ന ഒരു ദുരവസ്ഥ കൂടി നമ്മളുടെ കേരളം ഇപ്പോൾ സാക്ഷ്യം വഹിച്ചു കൊണ്ടിരിക്കുന്നത് വളരെ ഖേദകരമാണ് എന്ന് മാത്രമാണ് പറയാനുള്ളത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങളൊക്കെ ചുറ്റുപാടും സംഭവിച്ചു കൊണ്ടിരിക്കുമ്പോഴും നമുക്ക് പ്രതീക്ഷയോടുകൂടി തന്നെയാണ് മുന്നോട്ട് പോകാനുള്ളത്. കാരണം ചരിത്രത്തിലും എല്ലാ കാലത്തും ഇത്തരം പ്രശ്നങ്ങളൊക്കെ പല രൂപത്തിൽ സംഭവിച്ചിട്ടുണ്ടാകും. പക്ഷേ ആത്യന്തികമായി അതിന്റെയൊക്കെ ഫലങ്ങൾ മുന്നോട്ട് പോകുന്നതനുസരിച്ചുകൊണ്ട് നന്മയുടെയും നേരിന്റെയും അതുപോലെ തന്നെ മനുഷ്യത്വത്തിന്റെയും പക്ഷം വിജയിക്കുന്ന കാഴ്ചകൾ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. ലോകം ഇന്നും സാക്ഷ്യം വഹിക്കുന്നത് അത്തരം മാറ്റത്തിന് കൂടിയാണല്ലോ. എന്താണ് ലോകത്ത് ഇന്ന് അമേരിക്കക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? എന്താണ് ഇസ്രയേലിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ലോകത്തെ അധികായന്മാരായിരുന്ന, ഞങ്ങളെ എതിർക്കാൻ ആരുമില്ല എന്ന് വീമ്പ് നടിച്ചിരുന്ന, ഞങ്ങളുടെ കയ്യിലുള്ള ടെക്നോളജിയാണ് ഏറ്റവും മികച്ചതെന്ന് പറഞ്ഞിരുന്ന, ഞങ്ങളുടെ ആയുധങ്ങളെ മറികടക്കാൻ ഒരാൾക്കും കഴിയില്ല എന്നൊക്കെ അഹങ്കരിച്ചിരുന്ന ആളുകൾക്ക് വലിയ തിരിച്ചടി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അവർ യുദ്ധം തുടങ്ങിയ ആദ്യ ദിവസത്തിൽ തന്നെ ഇറാന്റെ വക്താക്കൾ പറഞ്ഞ ഒരു വർത്തമാനം ഉണ്ടായിരുന്നു. യുദ്ധം തുടങ്ങിയത് നിങ്ങളായിരിക്കും, പക്ഷേ അവസാനിപ്പിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് ഞങ്ങളായിരിക്കുമെന്ന് പറഞ്ഞിരുന്നു. അത് അതുപോലെ പുലർന്ന ഒരു ദിനങ്ങൾ കൂടിയാണ് കടന്നുപോയത്. അവസാനം അമേരിക്കക്ക് തന്നെ ഇസ്രയേലിന് തന്നെ ഇത്തരം ഒരു യുദ്ധം നിർത്തുവാനുള്ള വെടിനിർത്തലിന്റെ കരാറിന് വേണ്ടി യാചിക്കേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് ലോകം എത്തിച്ചേരുകയാണ്. അമേരിക്ക കേന്ദ്രീകൃതമായ ഒരു ഏകധ്രുവ ലോകക്രമത്തിന് വലിയ തിരിച്ചടി നേരിട്ടു. യഥാർത്ഥത്തിൽ ഇനി ഇവിടുത്തെ സമൂഹത്തിന്റെ ഗതികൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തുടനീളം ഫലസ്തീനിന് വലിയ സപ്പോർട്ടുകൾ രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ലോകത്തുള്ള ജനസമൂഹങ്ങൾ മുഴുവൻ ഫലസ്തീന്റെ കൂടെ നിലയുറപ്പിക്കുകയാണ്. പല ഭരണാധികാരികളും ഭരണകൂടങ്ങളും ഇസ്രയേലിന്റെ താല്പര്യം വേണ്ടി നിൽക്കുമ്പോഴും അവിടുത്തെ ജനത എന്ന് പറയുന്നത് ഫലസ്തീൻ അനുകൂലമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ സ്പെയിനിലെ ബാഴ്സലോണയിൽ നടന്നിട്ടുള്ള ബാഴ്സലോണ ഫുട്ബോൾ ടീമിന്റെ ആഹ്ലാദ പ്രകടനത്തിലെ ലോകത്ത് ഇന്ന് ഏറ്റവും അറിയപ്പെടുന്ന ഫുട്ബോളറായ യമിൻ യമാൽ പിടിച്ചിരുന്നത് ഫലസ്തീനിന്റെ പതാകയാണ്. ആ ഫലസ്തീനിന്റെ പതാക ലോകത്തുടനീളം ഇങ്ങനെ പാറിപ്പറക്കുന്ന ഒരു കാഴ്ചക്ക് ലോകം സാക്ഷ്യം വഹിക്കുന്നത് തൂഫാനുൽ അഖ്സ സംഭവിച്ചതുകൊണ്ടാണ്. തൂഫാനുൽ അഖ്സ തകർത്തെറിഞ്ഞത് ഇസ്രയേലിന്റെ ഈ അഹങ്കാരത്തെയും അഹംബോധത്തെയുമാണ്.
വംശീയതകൾ തകരാനുള്ളതാണ് എന്ന് പറയുന്നതിന്റെ സന്ദേശങ്ങളാണ് ലോകത്തുടനീളം ജ്വലിച്ചു നിൽക്കുന്നത്, കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിലും നമുക്ക് അത് തന്നെ പ്രതീക്ഷിക്കാൻ കഴിയും. പക്ഷെ കുറച്ച് കാലങ്ങൾ കാത്തിരിക്കേണ്ടി വരും. തീർച്ചയായിട്ടും ഇന്ത്യയിലെ ഇത്തരമുള്ള ഒരു വംശീയമായ ആധിപത്യത്തിന്റെ, മുസ്ലിം വിരുദ്ധതയുടെ അതിൻ്റെതായ എല്ലാ അർത്ഥത്തിലുമുള്ള ശക്തിയും അതിൻ്റെതായ എല്ലാ പവറും മുസ്ലിം സമൂഹത്തിന് നേരെ പ്രയോഗിച്ചു കൊണ്ടിരിക്കുമ്പോ ഒരു കാലഘട്ടം വരെ അതിൻ്റെതായ പ്രയാസങ്ങളിലൂടെ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളിലൂടെ മുസ്ലിം സമൂഹത്തിന് കഴിഞ്ഞു പോകേണ്ടി വരും. ഇവിടുത്തെ പല ജനതകൾക്കും കഴിഞ്ഞു പോകേണ്ടി വരും. പക്ഷേ ഒരു കാലത്തിന് ശേഷം അതെല്ലാം തകർന്നു പോകുന്ന അവസ്ഥകൾ വരും. എന്നിട്ട് അതിനെ ഇത്തരം വംശീയമായ ആധിപത്യങ്ങളെ, ഏകാധിപത്യങ്ങളെ, സ്വേച്ഛാധിപത്യങ്ങളെ മുഴുവൻ തകർത്തെറിയുന്ന ദിനം വരും. വിശുദ്ധ ഖുർആനിന്റെ വാഗ്ദാനം കൂടിയാണല്ലോ അത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, അങ്ങനെ വലിയ അർത്ഥത്തിലുള്ള മഴ പെയ്യുകയാണ്. അങ്ങനെ മഴ പെയ്തിട്ട് ഇങ്ങനെ വെള്ളമെല്ലാം ഇങ്ങനെ കുത്തിയൊലിച്ചു വരും. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, കദാലിക യദ്രിബുല്ലാഹുൽ ഹഖ വൽ ബാതിൽ, അല്ലാഹു ഹക്കിനെയും ബാത്തിലിനെയും ഉദാഹരിക്കുന്നത് ഇങ്ങനെ ഒരു മലവെള്ളപ്പാച്ചിൽ പോലെയാണ്. മലവെള്ളപ്പാച്ചിൽ ഇങ്ങനെ കടന്നു വരുമ്പോ അതിൽ കുറെ നുരയും പതയും ഒക്കെ ഉണ്ടാകും. ഈ നുരയും പതയും ഒക്കെ കണ്ടിട്ട് ആളുകൾ വിചാരിക്കും ഇതിന് നല്ല ശക്തിയുണ്ട്, ഇതിന് നല്ല പവർ ഉണ്ട്. ആ നുരയും പതയും ഒക്കെയാണ് ആ വെള്ളത്തിന്റെയും ജലപ്രവാഹത്തിന്റെയും ശക്തിയും സൗന്ദര്യവും എന്നൊക്കെ ആളുകൾ വിചാരിച്ചു പോകും. എന്നാൽ ആ നുരയും പതയും ഒക്കെ അത് കുറച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഇല്ലാതായി പോകും, അത് കെട്ടുപോകും. ജനങ്ങൾക്ക് ഉപകാരമുള്ളത് മാത്രം ഭൂമിയിൽ അവശേഷിക്കും. അങ്ങനെ ഉപകാരമുള്ള, അങ്ങനെ ജനങ്ങൾക്ക് മുഴുവൻ തണൽ നൽകുന്ന ഒരു ആശയത്തിന്റെ വക്താക്കളാണ് നമ്മള്. ഞാൻ ആദ്യം ഓതി വെച്ച ആയത്ത്, ഇസ്ലാമിന്റെ ആശയത്തിന്റെ കെലിമത്തിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദാഹരിച്ചത് ഒരു കശജറത്തിൻ ത്വയ്യിബ, ഒരു നല്ല മരം പോലെയാണ്. ആ നല്ല മരത്തിന്റെ പ്രത്യേകത, അതിന്റെ വേരുകൾ ഇങ്ങനെ ഭൂമിയിലേക്ക് താഴ്ന്നു കിടക്കുന്നുണ്ടാകും. അതിന്റെ ചില്ലകൾ, അതിന്റെ കൊമ്പുകൾ, ശാഖകൾ, ശിഖരങ്ങൾ അത് ആകാശത്തോളം പടർന്നു പന്തലിച്ചിട്ടുണ്ടാകും. അത് ചുറ്റുമുള്ള ജനങ്ങൾക്ക് മുഴുവൻ തണലും തണുപ്പും ഫലവർഗങ്ങളും പ്രദാനം ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ പ്രതിദാനം ചെയ്യുന്ന പ്രസ്ഥാനത്തിന്റെ, സംഘടനയുടെ ഒരു ദൗത്യം കൂടി അതാണ്. നമ്മളിങ്ങനെ അടിയുറച്ച ഒരു വലിയ മഹാവൃക്ഷം പോലെ ഓരോ നാട്ടിലും ഓരോ സമൂഹത്തിലും നിലകൊണ്ടേണ്ടവരാണ്. അതിനു ചുറ്റും ജീവിക്കുന്ന മനുഷ്യർക്കെല്ലാം തണലും തണുപ്പും നൽകുന്ന, അവർക്ക് ഫലങ്ങൾ നൽകുന്ന ഒരു മഹാവൃക്ഷം പോലെ നമ്മൾ ഈ ആദർശത്തിന്റെ അടിസ്ഥാനത്തിൽ നിലയുറപ്പിക്കുക. അങ്ങനെയാകുമ്പോ ഒരു കാലത്ത് അതിനെ അംഗീകരിക്കുന്ന, അതാണ് ശരിയെന്ന് ബോധ്യപ്പെടുന്ന ഒരു കാലം തീർച്ചയായിട്ടും വരും. അന്ന് ആത്മാഭിമാനത്തോടെ, അഭിമാനബോധത്തോടുകൂടി നമുക്ക് ഞാനും ഇതിന്റെ കൂടെയുണ്ടായിരുന്നു എന്ന് പറയാൻ കഴിയും. അതിന് സൗഭാഗ്യം നൽകി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വാഹിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.